ഹലോ ഓൾ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താ പഠിച്ചേ? ഫുഡ് അഡൾട്ടറേഷനെ പറ്റി പഠിച്ചു അല്ലേ? ഫുഡ് അഡൾട്ടറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ട് നമ്മൾ ഫുഡിലേക്ക് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനത്തിന് നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണെങ്കിലും അതിനെ നമ്മൾ അഡൾട്ടറേഷൻ എന്ന് പറഞ്ഞു. അതിലേക്ക് ആഡ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസിനെ എന്തെന്ന് വിളിച്ചു? അഡൾട്ടറന്റ് എന്ന് വിളിച്ചു അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിനകത്ത് അഡൾട്ടറന്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. സോ ഡിറ്റക്ഷൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അതാണ്. ഡിറ്റക്റ്റ് ചെയ്യുക, അതിനകത്തൊരു അഡൾട്ടറന്റ് ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിറ്റക്ഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ അല്ലെങ്കിൽ ഫുഡ് അഡൾട്ടറന്റ്. ഒരു അഡൾട്ടറന്റ് ആ ഫുഡിനകത്ത് കാണുന്നുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം. സോ അതാണ് ഡിറ്റക്ഷനിൽ വരുന്നത്. അപ്പോൾ അതിനായിട്ട് FSSAI ഒരു മാനുവൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് കൺസ്യൂമേഴ്സിന് വേണ്ടിയായിട്ട് പബ്ലിഷ് ചെയ്ത ഒരു മാനുവലാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാർട്ട്. DART, ഡാർട്ട് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡിറ്റക്ട് അഡൾട്ടറേഷൻ വിത്ത് റാപ്പിഡ് ടെസ്റ്റ്. അതായത് പെട്ടെന്ന് തന്നെ നമ്മളൊരു സാധനം അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ റിയൽ ടൈമിൽ ആ സമയത്ത് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതിനെയാണ് റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ അതാണ് ഡാർട്ട്. ഫുൾ ഫോം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡാർട്ടിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോക്കിക്കേ, ഡാർട്ടിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡിറ്റക്ട് അഡൾട്ടറേഷൻ വിത്ത് റാപ്പിഡ് ടെസ്റ്റ്. അതായത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റിയേജൻറ്റോ കെമിക്കലോ എന്തെങ്കിലും സാധനം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതേ ടൈമിൽ തന്നെ നമുക്കത് റിസൾട്ട് തരും. അതിനെയാണ് റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കുറേ നാളെടുക്കും അല്ലെങ്കിൽ 1-2 ദിവസമൊന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ റിയൽ ടൈമിൽ നമുക്ക് അത് കാണാൻ പറ്റും, അതിനകത്ത് ചേഞ്ചസ് കാണാൻ പറ്റും. അതിനെയാണ് റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതായിട്ടാണ് FSSAI പബ്ലിഷ് ചെയ്ത ഒരു മാനുവൽ ആണ് ഇത് ഡാർട്ട് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? എന്താണ്? ഡിറ്റക്ട് അഡൾട്ടറേഷൻ വിത്ത് റാപ്പിഡ് ടെസ്റ്റ്. അപ്പം ഡിറ്റക്ട് അഡൾട്ടറേഷൻ വിത്ത് റാപ്പിഡ് ടെസ്റ്റ്, ഡാർട്ട്. ഫുൾ ഫോം ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊരു മാനുവൽ ആണ്, പബ്ലിഷ്ഡ് ബൈ FSSAI, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്ത ഒരു മാനുവൽ ആണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണിത്? അതായത് ഫുഡിനകത്തുള്ള അഡൾട്ടറന്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ചില കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ മെത്തഡോളജീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മാനുവൽ ആണ് അല്ലെങ്കിൽ ഒരു ബുക്കാണ് എന്ത്? ഈ ഡാർട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ മാനുവൽ വിച്ച് കണ്ടെയ്ൻസ് ദ കോമൺ മെത്തഡോളജീസ് അവൈലബിൾ ഫോർ ഫുഡ് അഡൾട്ടറന്റ്. ഫുഡ് അഡൾട്ടറന്റിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ മെത്തഡോളജീസ് ആണ് ഈ ഒരു മാനുവലിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഡാർട്ട് ക്ലിയർ ആണല്ലോ? അപ്പം ഡാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഡിറ്റക്ട് അഡൾട്ടറേഷൻ വിത്ത് റാപ്പിഡ് ടെസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. ഡാർട്ടിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മാനുവൽ വെച്ചിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഈ മാനുവലിൽ വന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ്, അതായത് അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകൾ. സോ ആദ്യം നമുക്ക് മിൽക്കിൻ്റെ ഡിറ്റക്ഷൻ നടത്താം. മിൽക്കിനകത്ത് വരുന്ന അഡൾട്ടറൻറ്റിൻ്റെ ഡിറ്റക്ഷനാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, മിൽക്കിലുള്ള കോമൺ ആയിട്ടുള്ള അഡൾട്ടറന്റ് നമ്മൾ കുറേ പഠിച്ചല്ലേ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. സോ സ്റ്റാർച്ച് ആണ് ഇവിടുത്തെ അഡൾട്ടറന്റ് എങ്കിൽ നമുക്കറിയില്ല, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന സാമ്പിൾ കുറേ ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചു വെക്കും. എന്നിട്ട് ഓരോ ടെസ്റ്റ് ട്യൂബിലും നമ്മൾ ഓരോ റിയേജൻ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ ചേഞ്ചസ് വരികയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഏത് അഡൾട്ടറന്റ് ആണ് അതിനകത്ത് ഉള്ളതെന്ന്, ആ സാമ്പിളിനകത്ത്. ഇപ്പോൾ സ്റ്റാർച്ച് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് തരും? ഒരു ബ്ലൂ കളറ് തരും. ഓക്കെ, അപ്പോൾ ഈ സർക്കിൾ ചെയ്ത 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. മിൽക്കിനകത്ത് സ്റ്റാർച്ച് ആണ് അഡൾട്ടറന്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനകത്ത് എന്ത് വരും? അയഡിൻ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ബ്ലൂ കളറ് കിട്ടും. ഓക്കെ ആണല്ലോ? ഇഫ് ദ അഡൾട്ടറന്റ് ഈസ് സ്റ്റാർച്ച്, നമ്മൾ ആഡ് ചെയ്യുന്നത് അയഡിൻ ആണെങ്കിൽ വി ഗെറ്റ് എ ബ്ലൂ കളർ, ഒരു ഡീപ് ബ്ലൂ കളറ് കിട്ടും. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ആണ് അതിനകത്ത്
മനസ്സിലാവുന്നത്. നോക്കിക്കേ, അപ്പോൾ ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്യുവർ ആയിട്ടുള്ള മിൽക്ക് എന്തായിരിക്കും, അയഡിൻ ഒഴിക്കുമ്പോൾ ഒരു വൈറ്റ്, ഏകദേശം ഒരു വൈറ്റ് കളറിൽ തന്നെ വരും. ഇൻ കേസ് അഡൾട്ടറേറ്റഡ് ആണെങ്കിൽ അതെന്താണ്, ഒരു ബ്ലൂ, ഡീപ്പ് ബ്ലൂ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറൊക്കെ ആയിരിക്കും തരാം. സോ ഇതൊരു അയഡിൻ ടെസ്റ്റ് എന്ന് നമ്മൾ പറയും. അപ്പം സ്റ്റാർച്ച് ആണ് വരുന്നതെങ്കിൽ അതിനകത്ത് എന്ത് ഫോം ചെയ്യും, ഒരു ഡീപ്പ് ബ്ലൂ കളറ് ഫോം ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് മിൽക്ക്. സ്റ്റാർച്ച് വരുന്ന സമയത്ത് വി ആഡ് അയഡിൻ സൊല്യൂഷൻ. ഇഫ് ഇറ്റ് ഫോംസ് എ ബ്ലൂ കളർ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. ക്ലിയർ. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് നോക്കാം, യൂറിയ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡൾട്ടറൻ്റ് ആണ് യൂറിയ എന്ന് പറയുന്നത്. മിൽക്കിൽ കാണുന്ന അടുത്തൊരു അഡൾട്ടറൻ്റ് ആണ് യൂറിയ. യൂറിയ ടെസ്റ്റ് ചെയ്യാൻ സിമ്പിളാണ്. ആദ്യം PGN പൗഡർ ഉണ്ട്, PGN പി പൗഡർ അല്ലെങ്കിൽ സോയാബീൻ്റെ പൗഡർ എടുക്കുക. ഓക്കെ, അത് ഈ മിൽക്കിനകത്തോട്ട് നമ്മളൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, മിൽക്കിലേക്ക് എന്ത് ചെയ്യുക, സോയാബീൻ പൗഡർ എടുക്കുക അല്ലെങ്കിൽ PGN പി പൗഡർ എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ pH പേപ്പർ ഇല്ലേ, അതായത് റെഡ് കളറുള്ള ലിറ്റ്മസ് പേപ്പർ എടുക്കണം. റെഡ് കളർ ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ട് ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്യണം. ഓക്കെ, ആ സൊല്യൂഷനകത്തോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക. ഡിപ്പ് ചെയ്യുമ്പം റെഡ് കളറ് ഇതേപോലെ ബ്ലൂ ആവുകയാണെങ്കിൽ, റെഡ് കളർ എന്താണ്, ബ്ലൂ ആയിട്ട് മാറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ യൂറിയ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ. സോ ഇവിടെ യൂറിയയുടെ ടെസ്റ്റിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം മിൽക്ക് എടുക്കുന്നു, അതിനകത്തോട്ട് PGN പി പൗഡർ അല്ലെങ്കിൽ സോയാബീൻ പൗഡർ ഇടുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യും. ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, ഇതിനകത്തോട്ടൊരു റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്ത് നോക്കും. ഇഫ് അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് ബ്ലൂ ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ യൂറിയ ഉണ്ടെന്നാണ്. സോ ബിക്കോസ് യൂറിയ എന്ന് പറയുന്നത് നമ്മൾ ഈ പി പൗഡറൊക്കെ ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അത് ഒരു ബേസ് ആയിട്ട് മാറും. സോ യൂറിയ ബേസിക് ആയിട്ട് മാറും. ഓക്കെ, സോ ബേസിക് ആയതുകൊണ്ടാണ് അത് എന്ത് തരുന്നത്, റെഡ് ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നത്, ബ്ലൂ ആക്കി മാറ്റുന്നത്. ഓക്കെ, ബേസിക് ആയിട്ട് മാറുന്നതുകൊണ്ടാണ് അത് എന്താവുന്നത്, റെഡ് കളറിനെ ബ്ലൂ ആയിട്ട് മാറ്റുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ ബ്ലൂ കളർ ഫോം ചെയ്യുന്നത്. അപ്പം മിൽക്കിൽ നമ്മൾ പി പൗഡർ ഇട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുവാണെങ്കിൽ അത് എന്ത് ഫോം ചെയ്യും, ഒരു ബ്ലൂ കളർ തരും. എപ്പോഴാണ്, യൂറിയ മിൽക്കിൽ ഉണ്ടെങ്കിൽ. ഓക്കെ ആണല്ലോ. ഇപ്പോൾ രണ്ടാമത്തെ അഡൾട്ടറൻ്റ് ആയിട്ടുള്ള യൂറിയയുടെ ഡിറ്റക്ഷൻ ആണിത്. ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. ഇഫ് ദ റെഡ് ലിറ്റ്മസ് പേപ്പർ ചേഞ്ചസ് ടു ബ്ലൂ ദെൻ അതിനകത്ത് എന്തുണ്ടാവും, യൂറിയ കാണും. ഓക്കെ ആണല്ലോ. അപ്പം ഇനി നമുക്ക് അടുത്തതിലോട്ട് പോയാലോ, ഫോമാലിൻ വരികയാണെങ്കിൽ, ഇവിടുത്തെ അഡൾട്ടറൻ്റ് ആയിട്ട് ഫോമാലിൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ml മിൽക്ക് എടുക്കും. ഓക്കെ, ഒരു 10 ml മിൽക്ക് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എടുക്കും. എന്നിട്ട് അതിനകത്തോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് സൈഡ് വൈസ് ആയിട്ട് ഒഴിക്കും. ഈ മിൽക്കിൻ്റെ സൈഡിലൂടെ, അതായത് ഈ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ എന്തൊഴിക്കും, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കും. H2SO4 ഒഴിച്ചു കൊടുക്കും. ഓക്കെ ആണെങ്കിലോ. ഇഫ് ഇതിൻ്റെ ഒരു മിഡ് പോർഷൻ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ ഒരു റിങ് ഫോം ചെയ്യും, ഒരു വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ കളർ റിങ് ഫോം ചെയ്യുകയാണെങ്കിൽ അതെന്തിൻ്റെ പ്രസൻസ് ആയിരിക്കും, ഫോമാലിൻ്റെ പ്രസൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം മിൽക്ക് നമ്മൾ എടുക്കുന്നു, അതിൻ്റെ സൈഡിലൂടെ, ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുകയാണെങ്കിൽ എന്ത് പറ്റാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം പ്യോർ മിൽക്കിൽ ഈ ഒരു ഇത് ഫോം ചെയ്യില്ല. ഫോമാലിൻ ഉള്ളതാണെങ്കിലേ എന്ത് ഫോം ചെയ്യത്തുള്ളൂ, ആ ഒരു റിങ് പോലെ എന്തുണ്ടാവും, ഒരു വയലറ്റ് ബ്ലൂ കളർ റിങ് അപ്പിയർ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, ഫോമാലിൻ്റെ പ്രസൻസ് ആണ്. ഓക്കെ, അപ്പം വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ റിങ് അപ്പിയർ ചെയ്യുവാണെങ്കിൽ അത് എന്തിൻ്റെ പ്രസൻസ് ആണ്, ഫോമാലിൻ്റെ പ്രസൻസ് ആണ്. എന്ത് ആഡ് ചെയ്യുമ്പോഴാണ്, സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഇഫ് വി ഗെറ്റ് എ വയലറ്റ് ഓർ ബ്ലൂ റിങ് അതെന്തായിരിക്കും, ഫോമാലിൻ്റെ പ്രസൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ അഡൾട്ടറൻ്റ് അവിടെ എന്താണ്, ഫോമാലിൻ ആയിരിക്കും. അപ്പോൾ അവിടെ ആഡ് ചെയ്യുന്ന എന്താണ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. എന്താണ് ഫോം ചെയ്യുക, വയലറ്റ് ഓർ ബ്ലൂ റിങ് ആയിരിക്കും അപ്പിയർ ചെയ്യുന്നത്.
ഈ 3 പോയിന്റ് ആണ് എല്ലാത്തിൻ്റെയും. ഏതാണ് അഡൾട്ടറൻറ്റ്, ഏതാണ് റിയേജന്റ് ആൻഡ് റിസൾട്ട് എന്താണ്, ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനൊരു ബ്ലൂ റിങ് ഫോം ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഫോമാലിൻ അടങ്ങിയിട്ടുള്ള മിൽക്കായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഡിറ്റർജന്റ് ആണ്. മിൽക്കിൽ എന്താണ്? ഡിറ്റർജന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഡിറ്റർജന്റ് എന്താണ്? ഒരു അഡൾട്ടറൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ച് വെള്ളവും കൂടെ, അതായത് ആ പാലിൻ്റെ അത്ര അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്യുമ്പം അതിനകത്ത് എന്തുണ്ടാവും? പത വരും. ഇതേപോലെ പത ഫോം ചെയ്യുവാണെങ്കിൽ അതെന്താണ്? ഡിറ്റർജൻ്റ് ഉണ്ട്. നന്നായിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ, അതായത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഷേക്ക് ചെയ്യുമ്പം, അല്ലാതെ നോർമലി പാലിന് കുറച്ചൊരു പത ഇങ്ങനെ ഒരു പത പോലെ നമുക്ക് കാണാൻ പറ്റും ഓൾറെഡി. പക്ഷേ നമ്മൾ ഷേക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ സോപ്പ് പൊടി കലക്കുമ്പോൾ എങ്ങനെ വരിക? ഭയങ്കര പത വരില്ലേ? അതേപോലെ ഭയങ്കര പത വരുവാണെങ്കിൽ എന്തിൻ്റെ പ്രസൻസ് ആണ്? ഡിറ്റർജൻറ്റിൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ അടുത്തതാണ് ഡിറ്റർജൻറ്റ്. ഡിറ്റർജൻറ്റ് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ മിൽക്കിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഷേക്ക് ചെയ്യുമ്പം പത ഭയങ്കരമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഫോർമേഷൻ ഓഫ് ഫോം ആണ് വരുന്നതെങ്കിൽ അതെന്തിൻ്റെ പ്രസൻസ് ആണ്? ഡിറ്റർജൻറ്റിൻ്റെ പ്രസൻസ് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പം മിൽക്കിൽ വരുന്ന ഈ ഇത്രയും അഡൾട്ടറൻ്റ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മൾ സ്റ്റാർച്ച് ആണ് നോക്കിയത്. സ്റ്റാർച്ചിൽ നമ്മൾ എന്താ യൂസ് ചെയ്ത? അയഡിൻ ആണ് യൂസ് ചെയ്തത്. ഓക്കെ, അതേ നമ്മൾ യൂറിയ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അതിനകത്തോട്ട് ലിറ്റ്മസ് പേപ്പർ ആയിരുന്നു ഡിപ്പ് ചെയ്തത്. പീ പൗഡർ ആഡ് ചെയ്തിട്ട് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്ത് നോക്കി. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയതായിരുന്നു ഫോമാലിൻ ആയിരുന്നപ്പം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് വൺ ഡിറ്റർജൻറ്റിന് നമ്മൾ എന്ത് ഒഴിച്ചു? വെള്ളം ഒഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അയഡിൻ ഒഴിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ബ്ലൂ കളർ ഫോം ചെയ്തു അല്ലേ? ബ്ലൂ കളർ ഫോം ചെയ്തു. ലിറ്റ്മസ് പേപ്പർ ഇടുമ്പോൾ എന്താ പറ്റിയ? റെഡ് ലിറ്റ്മസ് എന്തായിട്ട് മാറി? ബ്ലൂ ആയിട്ട് മാറി. റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറി. സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? വയലറ്റ് റിങ് ഫോം ചെയ്തു. വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ റിങ് ഫോം ചെയ്തു അല്ലേ? ഇനി ലാസ്റ്റ് വൺ ഏതായിരുന്നു? വാട്ടർ. അതായത് ഡിറ്റർജൻറ്റിലേക്ക് വാട്ടർ ആഡ് ചെയ്തപ്പം എന്ത് പറ്റി? എന്നിട്ട് ഷേക്ക് ചെയ്ത സമയത്ത് അവിടെ ഫോം ചെയ്തു, അതായത് പത ഉണ്ടായി. ഇത്രയാണ് മിൽക്കിൽ വരുന്ന കോമൺ അഡൾട്ടറൻറ്റും അതിൻ്റെ ഡിറ്റക്ഷനും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സിന്തറ്റിക് മിൽക്കും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മിൽക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഡിറ്റക്ഷൻ അതാണോ നമുക്ക് കിട്ടിയത് എന്നറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഇതിൽ നമുക്ക് റിയേജൻ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട. അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അത് സിന്തറ്റിക് മിൽക്ക് ആണോ എന്ന്. ഒന്നാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി മിൽക്ക് എന്ന് പറയുന്നത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള സാധനമാണ് അല്ലേ? കുറച്ച് മധുരം നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ബട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബിറ്റർ ടേസ്റ്റ് ആണ് വരുന്നത്, ഒരു കയ്പ് പോലത്തെ ടേസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അതെന്താണ്? സിന്തറ്റിക് മിൽക്കാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടർ ക്ലിയർ ആണല്ലോ, അല്ലെങ്കിൽ ഫീച്ചർ ക്ലിയർ ആണല്ലോ. എന്താണത്? ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് ചെയ്യുമ്പം ബിറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പാലെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുമ്പം ഒരു സോപ്പ്, അതായത് സോപ്പിനകത്ത് പിടിക്കുമ്പോൾ ഒരു വഴുവഴുക്കുണ്ടല്ലേ, ആ വഴുവഴുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതും എന്താണ്? സിന്തറ്റിക് മിൽക്കാണ്. സോ രണ്ടാമത്തെ ഫീച്ചർ നോക്കിക്കേ, സോപ്പി ഫീലിംഗ് ആയിരിക്കും. അതായത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യും? ഒരു സോപ്പി, അതായത് ഒരു സ്ലിപ്പറി പോലെ നമുക്ക് തോന്നും. അതാണ് സോപ്പി ഫീലിംഗ് എന്ന് പറയുന്നത്, വഴുവഴുക്ക് തോന്നും. അതാണ് രണ്ടാമത്തെ ഫീച്ചർ. ഇനി മൂന്നാമത്തെ നോക്കി, ഹീറ്റ് ചെയ്ത് കഴിയുമ്പം ഭയങ്കരമായിട്ട് യെല്ലോയിഷ് കളർ ഫോം ചെയ്യും. സാധാ പാല് നമ്മൾ ചൂടാക്കുമ്പം അതിൻ്റെ ആ ഒരു പോർഷൻ, ഒരു ഫാറ്റ്, ഒരു യെല്ലോയിഷ് കളർ നമുക്ക് തരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇട്ട് കണ്ടൻസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരു യെല്ലോയിഷ് കളർ വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് എന്തായിട്ട് മാറും? യെല്ലോയിഷ് ആയിട്ട് മാറും. സോ അതും എന്തിൻ്റെ പ്രസൻസ് ആണ്, അല്ലെങ്കിൽ അതും സിന്തറ്റിക് മിൽക്കിൻ്റെ ഡിറ്റക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 3 ഫീച്ചേഴ്സാണ് സിന്തറ്റിക് മിൽക്കിൽ വരുന്നത്. എന്തൊക്കെയാണ്? ബിറ്റർ ആയിരിക്കും, ടേസ്റ്റ് ബിറ്റർ ആയിരിക്കും, സോപ്പി ഫീലിംഗ് ആയിരിക്കും, അതായത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യുമ്പം ഒരു സോപ്പി ഫീലിംഗ് ആയിരിക്കും. 3 എന്താണ്? യെല്ലോയിഷ് കളർ ആയിരിക്കും വരിക. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യെല്ലോയിഷ് കളർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ സിന്തറ്റിക് മിൽക്കിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കോട്ടോ. സിന്തറ്റിക് മിൽക്കിൻ്റെ കാര്യം എന്താണ്? ബിറ്റർ ആയിരിക്കും, ടേസ്റ്റ് ഒരു ബിറ്റർ ആയിരിക്കും,
സോപ്പി ഫീലിംഗ് ആയിരിക്കും. യെല്ലോയിഷ് ഓൺ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുന്ന സമയത്തൊരു യെല്ലോയിഷ് കളറായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം മിൽക്കിൻ്റെ കാര്യം ആ 4 അഡൾട്ടറൻറ്റ് ഓർക്കുക. ഈ സിന്തറ്റിക് മിൽക്കിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഓയിൽ ആൻഡ് ഫാറ്റിൻ്റെ അഡൾട്ടറൻറ്റിൻ്റെ ഡിറ്റക്ഷൻ നോക്കാം. ഓയിൽ അല്ലെങ്കിൽ ഫാറ്റിൽ അഡൾട്ടറൻ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. സോ ആദ്യം ഫുഡ്, ഗീ ആണ് നമ്മൾ നോക്കുന്നത്. ഗീക്കകത്തുള്ള അഡൾട്ടറൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഗീ ആണ്. അതിനകത്ത് എന്ത് ആഡ് ചെയ്യും? ഏതാണ് അഡൾട്ടറൻറ്റ്? ഏതാണ്? ഗീയില് വനസ്പതി ആഡ് ചെയ്യും, അല്ലെങ്കിൽ മാർഗറിൻസ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം ഗീ ആണ് ഫുഡ്. അതിനകത്ത് വരുന്ന അഡൾട്ടറൻറ്റ് എന്താണ്? വനസ്പതി അല്ലെങ്കിൽ മാർഗറിൻ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ഗീ എടുക്കുക, മെൽറ്റഡ് ആയിട്ടുള്ള ഗീ എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഈക്വൽ എമൗണ്ടിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഗീയിലേക്ക് എന്ത് ആഡ് ചെയ്യുക? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ചൊരു ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പം ഗീ എടുക്കുക. ഗീ ആണ് നമ്മളുടെ ഫുഡ്. അതിനകത്ത് എന്ത് ആഡ് ചെയ്യുക? വരാനാണ് ചാൻസ് വനസ്പതി അല്ലെങ്കിൽ മാർഗറിൻ ആയിരിക്കും അവിടെ അഡൾട്ടറൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക? ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മെൽറ്റഡ് അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തെടുത്ത ഗീ എടുക്കുന്നു. എന്നിട്ട് അതിനകത്തോട്ട് എന്ത് ആഡ് ചെയ്യുന്നു? ഈക്വൽ എമൗണ്ടിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നത്. HCl ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനകത്ത് എന്ത് ആഡ് ചെയ്യാണ്? ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഷുഗറും കൂടെ ആഡ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് കുറച്ച് നേരം അനക്കാതെ വെക്കുകയാണ്. സോ ഗീയുടെ കളർ നമുക്കറിയാം യെല്ലോ കളറാണ്. ഏകദേശം ഒരു യെല്ലോയിഷ് കളറാണ് ഗീക്ക് വരുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കോൺസെൻട്രേറ്റഡ് HCl പ്ലസ് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഷുഗറും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ യെല്ലോ കളർ ഒരു ക്രിംസൺ റെഡ് കളറായിട്ട് മാറും. ഒരു റെഡ് കളർ പോലെ ആവും. ക്രിംസൺ റെഡ് ആയിട്ട് മാറും. സോ അങ്ങനെ മാറുവാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? വനസ്പതി ആയിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? സോ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ഗീ ആണ്. ഗീയിൽ വന്നിട്ടുള്ള അഡൾട്ടറൻ്റ് എന്താണ്? വനസ്പതിയാണ്. അത് എന്താണ്? യെല്ലോ കളറിലായിരിക്കും ഇതിരിക്കുക. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് HCl, അതായത് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? അതൊരു ക്രിംസൺ റെഡ് കളറ് ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ? സോ അങ്ങനെ ക്രിംസൺ റെഡ് കളർ ഫോം ചെയ്യുവാണെങ്കിൽ അതിനകത്ത് എന്ത് കാണും? വനസ്പതി ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അത് പ്യോർ ഗീ തന്നെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ഗീ എടുത്തു. അതിനകത്തോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്തു? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. സ്മോൾ എമൗണ്ട് ഓഫ് ഷുഗർ ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് അവിടെ വെച്ചപ്പോൾ അതെന്തായിട്ട് മാറി? ഒരു ക്രിംസൺ റെഡ് കളറായിട്ട് മാറി. ദെൻ അതിനകത്ത് എന്ത് കാണും? വനസ്പതി കാണും. ക്ലിയർ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ ഗീ അല്ലെങ്കിൽ ബട്ടറാണ്. ഗീ ഓർ ബട്ടർ നമ്മൾ അതിനകത്ത് അഡൾട്ടറൻ്റ് ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ്. ഇവിടെ അഡൾട്ടറൻ്റ് ഏതാന്ന് നോക്കിക്കേ. മാഷ്ഡ് പൊട്ടാറ്റോ ആഡ് ചെയ്യും. ചിലപ്പോൾ ബട്ടറിന് നമ്മൾ എന്ത് ചെയ്യും? മാഷ്ഡ് പൊട്ടറ്റോ വേവിച്ചിട്ട് അതിങ്ങനെ മാഷ് ചെയ്തിട്ട് ആഡ് ചെയ്യും. അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഇനി അത് സ്റ്റാർച്ച് ആഡ് ചെയ്യാറുണ്ട്. ആ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യുക? അതായത് ഓൾറെഡി ഗീക്കകത്ത് ഉണ്ട് കൊഴുപ്പ്. അപ്പോൾ അത് ഒന്ന് എന്ത് ചെയ്യുന്നു? നമുക്ക് ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ചിലപ്പോൾ മാഷ്ഡ് പൊട്ടറ്റോ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് സ്റ്റാർച്ച് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റാർച്ച് എപ്പം അഡൾട്ടറൻ്റ് വന്നാലും, ഇപ്പം സ്മാഷ്ഡ് പൊട്ടറ്റോ എടുക്കുകയാണെങ്കിലും സ്വീറ്റ് പൊട്ടറ്റോയിലായാലും എന്ത് കാണും? സ്റ്റാർച്ച് കൂടുതലാണ്. സ്റ്റാർച്ചിൻ്റെ എമൗണ്ട് അവർക്ക് കൂടുതലാണ്. സ്റ്റാർച്ച് അവർക്ക് കൂടുതലാണ്. സോ സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അയഡിൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1 or 2 drops ഓഫ് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് പറ്റും? ബ്ലൂ കളർ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ വയലറ്റ് കളർ ആവുകയാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും? സ്റ്റാർച്ച് ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ ബ്ലൂ കളർ, അതായത് ഇഫ് ഇറ്റ് ടേൺസ് ബ്ലൂ കളർ, ദെൻ അതിനകത്ത് എന്തുണ്ടാവും? സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്താ വരുന്നത്? സ്റ്റാർച്ച് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അയഡിൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ അയഡിൻ സ്റ്റാർച്ചും അതിൻ്റെ കൂടെ 3 അയഡൈഡും കൂടെ അങ്ങ് ചേരും. ട്രൈ അയഡൈഡായിട്ട് മാറും. അങ്ങനെയാണ് അതെന്തോ ഫോം ചെയ്യുക?
ഈ ഒരു ബ്ലൂ കളറ് ഫോം ചെയ്യുന്നത്. ട്രൈ അയോഡൈഡ് ആണ് ഈ ഒരു ബ്ലൂ കളറ് ഫോം ചെയ്യുന്നത്. സോ നോക്കിക്കേ, ഇവിടെ ഗീ എടുത്തു. നോർമൽ അല്ലെങ്കിൽ പ്യോർ ഗീ ആണെങ്കിൽ ഈ യെല്ലോയിഷ് കളറിൽ തന്നെ ഇരിക്കും. ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അഡൾട്ടറൻറ്റ്, ഏത് അഡൾട്ടറൻ്റ് ആണ് ഇവിടെ വരിക? സ്മാഷ്ഡ് പൊട്ടറ്റോ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും അതർ ടൈപ്പ് ഓഫ് സ്റ്റാർച്ച്. ഇത് ഏതെങ്കിലും ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും ഫോം ചെയ്യുക? ദാ അയഡിൻ ആഡ് ചെയ്യുമ്പം ദാണ്ടേ വയലറ്റ് കളറായിട്ട് മാറും. സോ അതിനകത്ത് എന്തുണ്ടെന്ന് മനസ്സിലാവും നമുക്ക്? പൊട്ടറ്റോ അല്ലെങ്കിൽ സ്റ്റാർച്ച് ഉണ്ടെന്ന് മനസ്സിലാവും. സോ അതാണ് അടുത്തൊരു ടെസ്റ്റ്. ക്ലിയർ ആണല്ലോ? ഇപ്പം ഗീയിൽ രണ്ടാമത്തെ അഡൾട്ടറൻറ്റ് ഏതാണ്? മാഷ്ഡ് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ എനി അതർ ടൈപ്പ് ഓഫ് സ്റ്റാർച്ച്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് നമ്മൾ ഏതാണ് ചെയ്യുക? അയഡിൻ സൊല്യൂഷൻ ആയിരിക്കും ഒഴിക്കുക. സോ ഇറ്റ് ഫോംസ് എ ബ്ലൂ ഓർ വയലറ്റ് കളർ. ക്ലിയർ ആണല്ലോ? അപ്പം ഗീ ബട്ടർ അഡൾട്ടറേറ്റഡ് വിത്ത് സ്റ്റാർച്ച് വന്നു കഴിഞ്ഞാൽ അയഡിൻ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എഡിബിൾ ഓയിൽസ് വരുന്നുണ്ട്. ഓക്കെ, എഡിബിൾ ഓയിൽസ് നമ്മൾ കുക്ക് ചെയ്യാനും നമ്മൾ കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓയിൽസിനകത്ത് പ്രൊഹിബിറ്റഡ് കളേഴ്സ് ആഡ് ചെയ്യും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കളേഴ്സ് ആഡ് ചെയ്യും. സോ ഈ കളേഴ്സ് ആഡ് ചെയ്യുമ്പം അതിൻ്റെ പ്രസൻസ് നമുക്ക് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം കളേർഡ് ആണ് ആ ഓയിൽ, ആക്ച്വലി നോർമൽ കളർ ഇല്ലാത്തതോ അല്ലെങ്കിൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഓയിലായിരിക്കാം. ബട്ട് അവർ അത് വേറൊരു ഓയിലാണെന്നും പറഞ്ഞ് ചിലപ്പോൾ കളർ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കളറോ എസൻസോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് തരും. സോ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് ഇത് നോക്കുന്നത്. സോ എഡിബിൾ ഓയിൽസ് ആണ് ഫുഡിൽ വരുന്നത്. ആൻഡ് ഇവിടുത്തെ അഡൾട്ടറൻറ്റ് എന്താണ്? പ്രൊഹിബിറ്റഡ് കളേഴ്സ് ആഡ് ചെയ്യാണ്. പ്രൊഹിബിറ്റഡ് കളേഴ്സ് ആണ് ഇവിടുത്തെ അഡൾട്ടറൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? ഓയിൽ എടുക്കുക, എന്ത് ആഡ് ചെയ്യുക? 5 ml ഓഫ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. ഓക്കെ, ഷേക്ക് ചെയ്തിട്ട് അനക്കാതെ വെച്ചേക്കുക. ഒരു 5 minutes അതിനെ ഒന്ന് അനക്കാതെ വെക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇതിനകത്തുള്ള കളർ കാണുമല്ലോ, ആ കളറ് എന്ത് പറ്റും? മുകളിലായിട്ട് ഒരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് വന്നങ്ങ് നിൽക്കും. ഓക്കെ, ഏത് കളറാണോ ആഡ് ചെയ്തത് അത് മുകളിൽ ഒരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് വന്നങ്ങ് നിൽക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്കതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ? സോ ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് എഡിബിൾ ഓയിലാണ്. അതിനകത്തുള്ള അഡൾട്ടറൻറ്റ് ഏതാണ്? പ്രൊഹിബിറ്റഡ് കളേഴ്സ് ആണ്. പ്രൊഹിബിറ്റഡ് കളേഴ്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒന്ന് ഷേക്ക് ചെയ്യും, ജെന്റലി ഒന്ന് ഷേക്ക് ചെയ്ത് അതൊന്ന് അനക്കാതെ വെക്കും. അപ്പോൾ ആ കളറ് സെപ്പറേറ്റ് ചെയ്ത് ഒരു അപ്പർ ലെയർ ആയിട്ട് വരികയാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? പ്രൊഹിബിറ്റഡ് കളേഴ്സ് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സോ എഡിബിൾ ഓയിലിലുള്ള കളറിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയാണ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ ഇവിടെ എന്താ? സെപ്പറേറ്റ് ആയിട്ട് കളർ വന്നങ്ങ് നിൽക്കും. അത് ഓർത്ത് വെച്ചേക്കണം, സെപ്പറേറ്റ് ആയിട്ട് കളർ വന്ന് നിൽക്കും. ഇനി അടുത്താണ് ഓയിൽ ആൻഡ് ഫാറ്റിൽ അടുത്തൊരു അഡൾട്ടറൻ്റ് ആണ് TOCP. TOCP അത് ട്രൈ ഓർത്തോ ക്രസൈൽ ഫോസ്ഫേറ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഈ ബട്ടർ, ഓയിൽ, ഫാറ്റ്സിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു അഡൾട്ടറൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ പോയിന്റ് ആണ് കേട്ടോ. അഡൾട്ടറൻറ്റിലെ എക്സ്ട്രാ ഒരു പോയിന്റ് ആണ്. ഓയിൽ ആൻഡ് ഫാറ്റിൽ TOCPയും വരാറുണ്ട്. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ട്രൈ ഓർത്തോ ക്രസൈൽ ഫോസ്ഫേറ്റ്. ട്രൈ ഓർത്തോ ക്രസൈൽ ഫോസ്ഫേറ്റ്. ഇത് വരുമ്പോൾ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? ഓക്കെ, ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പീസ് ഓഫ് ബട്ടർ, ഓക്കെ, അല്ലെങ്കിൽ ഫാറ്റ്, ആ ഒരു പീസ് നമ്മൾ എടുക്കണം. ഓക്കെ, എന്നിട്ട് അത് നമ്മളൊന്ന് പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന്, അതായത് ഓയിൽ എടുക്കുക. ഓയിൽ എടുത്തിട്ട്, ഓക്കെ, ഓയിലിനകത്തോട്ട് നമ്മൾ എന്ത് എടുക്കുകയാണ്? ഒരു സോളിഡ് പീസ് ഓഫ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിന് ഇപ്പം ഓയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഓയിൽ ഒരു യെല്ലോയിഷ് കളർ ആയിരിക്കും. അതിനകത്തോട്ട് നമ്മൾ ബട്ടർ ആഡ് ചെയ്തു, അപ്പോഴും ഒരു യെല്ലോയിഷ് കളർ തന്നെ ആയിരിക്കും. ഇഫ് അതിനകത്ത് TOCP ഉണ്ടെങ്കിൽ ആ കളർ എന്തായിട്ട് മാറും? ദാണ്ടേ ഒരു ഓറഞ്ച് റെഡ് കളറായിട്ട് മാറും. സോ അങ്ങനെ കളർ മാറുവാണെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇഫ് ദ കളർ ചേഞ്ചസ് ദെൻ അതിനകത്ത് എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്? TOCPയുടെ അല്ലെങ്കിൽ ട്രൈ ഓർത്തോ ക്രസൈൽ ഫോസ്ഫേറ്റിൻ്റെ പ്രസൻസ് വരുന്നുണ്ട്. TOCP ഓയിൽ അല്ലെങ്കിൽ ഫാറ്റിലാണ് വരുന്നത്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ എന്ത് ചെയ്യും? ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. ബട്ടർ ആഡ് ചെയ്യുമ്പോൾ ഒരു സ്മോൾ ക്യൂബ് ഓഫ് ബട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബട്ടർ ആഡ് ചെയ്യുമ്പോൾ
ഇഫ് ദ കളർ ചേഞ്ചസ് ടു റെഡ് കളർ, കുറച്ചു നേരം വെച്ച് കഴിയുമ്പം റെഡ് കളർ അവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനകത്ത് TOCP അല്ലെങ്കിൽ ട്രൈ ഓർത്തോ ക്രസൈൽ ഫോസ്ഫേറ്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അടുപ്പം ഓയിൽ ആൻഡ് ഫാറ്റിൻ്റെ ഡിറ്റക്ഷൻ, അതിനകത്ത് വരുന്ന TOCPൻ്റെ ഡിറ്റക്ഷൻ ആണ്. TOCPയുടെ ഡിറ്റക്ഷൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ബട്ടർ ആഡ് ചെയ്യും. സോ ദാറ്റ് ദ കളർ, യെല്ലോ കളർ എന്തായിട്ട് മാറുന്നു? റെഡ് കളറായിട്ട് മാറുന്നു. സോ ഇറ്റ് ഗിവ്സ് ദ പ്രസൻസ് ഓഫ് വാട്ട്? TOCP. TOCPയുടെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കൂ. ട്രൈ ഓർത്തോ ക്രസൈൽ ഫോസ്ഫേറ്റ്. ട്രൈ ഓർത്തോ ക്രസൈൽ ഫോസ്ഫേറ്റ്. ഓക്കെ, ഇത് നമുക്ക് അടുത്തൊരു ഡിറ്റക്ഷനാണ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിലിൻ്റെ വരുന്ന അഡൾട്ടറൻറ്റ്, എനി അതർ ഓയിൽ നമ്മൾ ആഡ് ചെയ്യാം. കാസ്റ്റർ ഓയിലോ അങ്ങനത്തെ ഏതെങ്കിലും ഓയിൽ കോക്കനട്ട് ഓയിലിനകത്തോട്ട് വെച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് തരും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ അതിനകത്തുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം? ഈസി മെത്തേഡാണ്. നേരെ ആ ഓയിലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. കോക്കനട്ട് ഓയിൽ പെട്ടെന്ന് അങ്ങ് സോൾഡിഫൈ ചെയ്യും, അതായത് പെട്ടെന്ന് അങ്ങ് കട്ടി പിടിക്കും. ഓക്കെ, കാരണം അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും? കട്ടി അങ്ങ് പിടിക്കും. ഓക്കെ, പക്ഷേ ബാക്കിയുള്ള ഓയിൽസ്, അതായത് അതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഓയിൽസ് എന്ത് ചെയ്യില്ല? പെട്ടെന്ന് കട്ടി പിടിക്കില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു ലെയർ പോലെ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ കോക്കനട്ട് ഓയിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങ് കട്ടി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുമ്പം ഇത് ഇങ്ങനെ ഒരു അപ്പിയറൻസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ദാ ഇവിടെ എന്താണ്? അഡൾട്ടറേറ്റഡ് ഓയിലാണ് കൊടുത്തിരിക്കുന്നത്. അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള ഓയിലാണ് അത്. അതായത് പ്യോർ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ഫുള്ളി കംപ്ലീറ്റ്ലി സോൾഡിഫൈ ചെയ്തിരിക്കും, ഇതേപോലെ ഇരിക്കും. ബട്ട് അഡൾട്ടറേറ്റഡ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ഓയിൽ എന്തായിരിക്കും? സെപ്പറേറ്റ് ചെയ്താൽ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ അതാണ് കോക്കനട്ട് ഓയിലിലുള്ള അഡൾട്ടറൻറ്റിനെ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക്. ഈസിയാണ്. കോക്കനട്ട് ഓയിലിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഓയിലായിരിക്കും ആഡ് ചെയ്യുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് കോക്കനട്ട് ഓയിലിനെ എന്ത് ചെയ്യും? റെഫ്രിജറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? സെപ്പറേറ്റ് ആയിട്ട് ഒരു ലെയറിൽ ഒരു ഓയിൽ കിട്ടുകയാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും? എനി അതർ ഓയിലായിരിക്കും, കോക്കനട്ട് ഓയിൽ അല്ലാതെ അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഓയിൽ കാണും. സോ അങ്ങനെയാണ് അതിൻ്റെ ഡിറ്റക്ഷൻ നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ ഡിറ്റക്ഷനും ക്ലിയർ ആണല്ലോ. അത് ഈസി ആണല്ലേ? ഈസി ആയിട്ട് നമുക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ അതിനകത്തുള്ള അഡൾട്ടറൻറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടെസ്റ്റിലേക്ക് പോവുകയാണ്. അത് നമ്മൾ സ്വീറ്റനിങ് ഏജൻസിൻ്റെ ടെസ്റ്റാണ്. സ്വീറ്റനിങ് ഏജൻസിൻ്റെ ടെസ്റ്റാണ്. അതായത് സ്വീറ്റനിങ് ഏജൻസ് ലൈക്ക് ഷുഗറോ ഹണി ജാഗറി ഇതിനകത്തൊക്കെ വരുന്ന അഡൾട്ടറൻറ്റിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഷുഗർ. ഷുഗറിലുള്ള അഡൾട്ടറൻറ്റിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഷുഗറിനകത്ത് വരുന്നത് ചോക്ക് പൗഡർ ആണെങ്കിൽ, ചോക്ക് പൗഡർ ആണ് ഷുഗറിൽ വരുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഷുഗർ എടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? വെള്ളത്തിൽ കലക്കണം. കുറച്ച് പഞ്ചസാര എടുക്കുക അല്ലെങ്കിൽ ഷുഗർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ അത് ഡിസോൾവ് ചെയ്യുക. എന്നിട്ട് അവിടെ അനക്കാതെ അത് വെച്ചേക്കുക. കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യിച്ചിട്ട് അനക്കാതെ വെക്കുക. അനക്കാതെ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് നോക്കുമ്പം ഇഫ് അതിൻ്റെ അടിയിലായിട്ട് വൈറ്റ് കളറായിട്ട് എന്തെങ്കിലും സെറ്റിൽ ഡൗൺ ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ചോക്കായിരിക്കും. സോ ചോക്ക് എന്ത് ചെയ്യും? ഷുഗർ നമ്മൾ എടുത്തിട്ട് അതിനെ മിക്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഷുഗർ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു മിക്സ്ചറാണ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനാണ്. ഇഫ് അതിൻ്റെ താഴെയായിട്ട് കുഞ്ഞു കുഞ്ഞ് വൈറ്റ് പൗഡേഴ്സ് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനകത്ത് ചോക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഷുഗറിൽ ചോക്ക് അഡൾട്ടറേറ്റഡ് ആണെന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഷുഗറിൽ ചോക്ക് പൗഡർ ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഷുഗർ എടുക്കും, വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. ഇഫ് അതിൻ്റെ അടിയിൽ എന്താണ്? ഒരു വൈറ്റ് കളർ സെറ്റിൽ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ്? ചോക്ക് ഉണ്ടെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ആ ഷുഗർ അഡൾട്ടറേറ്റഡ് ആണെന്നാണ് അർത്ഥം. ക്ലിയർ? അപ്പം വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ടെസ്റ്റ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഹണിയുടെ കാര്യം നോക്കാം. ഹണിക്ക് നമുക്ക് രണ്ട് ടെസ്റ്റ് ഉണ്ട്. അല്ല, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണിക്കകത്ത് മെയിനായിട്ടും എന്താ വരിക? ഹണി അല്ലാതെ നമ്മൾ ചിലപ്പം ഷുഗേഴ്സോ ജാഗറിയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യും. ഷുഗർ സൊല്യൂഷൻസോ അല്ലെങ്കിൽ ജാഗറിയുടെ സൊല്യൂഷനോ എന്തെങ്കിലും നമ്മൾ ഹണിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താ ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ടെസ്റ്റ് നമ്മൾ ഹണി ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു കോട്ടൺ വിക്ക് എടുക്കുക.
ഒരു തിരി, ഹണി ഡിപ്പ് ചെയ്ത ഒരു തിരി എടുക്കുക. പ്യോർ ഹണി ഡിപ്പ് ചെയ്ത ഒരു തിരി എടുക്കണം. അടുത്തൊരു തിരിയിൽ നമ്മളുടെ ഇപ്പോൾ അഡൾട്ടറേറ്റഡ് ആണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. സോ അതൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഇതൊന്ന് കത്തിക്കണം. ഓക്കെ, കത്തിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ജസ്റ്റ് ഒന്ന് ഹണിയിൽ ഡിപ്പ് ചെയ്ത ഒരു വിക്ക്, കോട്ടൺ വിക്ക് അല്ലെങ്കിൽ ഒരു തിരി എടുത്തിട്ട് നമ്മളൊന്ന് കത്തിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്യോർ ഹണി ആണെങ്കിൽ അതെന്ത് ചെയ്യും? നന്നായിട്ട് കത്തും. ഒരു സൗണ്ട് ഒന്നും ഇല്ലാതെ നന്നായിട്ട് കത്തും. ഇൻ കേസ് അതിനകത്ത് ഇംപ്യോർ ആണ്, വാട്ടർ കണ്ടന്റ് ലൈക്ക് ഷുഗർ സൊല്യൂഷനോ ജാഗറി സൊല്യൂഷനോ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്ത് വരും? വാട്ടറും കൂടെ വരും അല്ലേ. ഇപ്പോൾ വാട്ടർ ഉള്ളപ്പം നമ്മൾ കത്തിക്കുകയാണെങ്കിൽ എന്താണ്? ക്രാക്ഡ് സൗണ്ട്സ് വരും. സോ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ കത്താൻ ഇച്ചിരി പാടും. അതേപോലെ ക്രാക്ഡ് സൗണ്ട്സും ഫോം ചെയ്യുകയാണെങ്കിൽ കത്താൻ പാടായിരിക്കും, കത്താൻ ഭയങ്കര പാടായിരിക്കും. അതേപോലെ ക്രാക്ഡ് സൗണ്ട്സും വരികയാണെങ്കിൽ അതെന്തായിരിക്കും? അഡൾട്ടറേറ്റഡ് ഹണിയാണ്. അത് നമുക്ക് വീട്ടിലും ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് അല്ലേ, ഹണി പ്യോർ ആണോ എന്ന് അറിയാൻ വേണ്ടി. അപ്പം ഹണിയിൽ എങ്ങനെയാ ചെയ്യുക? ഹണി എടുക്കുക, ഹണിയിലേക്ക് ഒരു കോട്ടൺ വിക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ അതൊന്ന് പിഴിഞ്ഞ് ഒന്ന് കത്തിച്ച് നോക്കുക. നന്നായിട്ട് കത്തുകയാണ്, വിത്തൗട്ട് ഒരു സൗണ്ട് ഒന്നും ഇല്ലാതെ നന്നായിട്ട് കത്തുകയാണെങ്കിൽ അതെന്തായിരിക്കും? പ്യോർ ഹണി ആയിരിക്കും. കത്തുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ കത്തുമ്പോൾ ഒരു ക്രാക്കഡ് സൗണ്ട്സ് ആണ് കിട്ടുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഇംപ്യോർഡ് ആയിട്ടുള്ള ഹണി ആയിരിക്കും. അതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. നമുക്ക് കത്തിച്ച് നോക്കാൻ പറ്റും. ഓക്കെ, മാച്ച് സ്റ്റിക്ക് വെച്ചിട്ട് കത്തിച്ച് നോക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് ലൈറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കത്തുകയാണെങ്കിൽ അതെന്താണ്? പ്യോർ ഹണി ആയിരിക്കും. ഓക്കെ ആണല്ലോ. വേറെ കത്തത്തില്ല, വാട്ടർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കത്തില്ല, കത്താൻ പാടാണെങ്കിലോ അതേപോലെ ക്രാക്കിംഗ് സൗണ്ട്സോട് കൂടിയാണ് കത്തുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഇംപ്യോർഡ് അല്ലെങ്കിൽ അഡൾട്ടറേറ്റഡ് ഹണി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ഒരു ടെസ്റ്റാണ് ഈ ഇമേജിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, പ്യോർ ഹണി നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതാണ്ട് ഡെൻസിറ്റി കൂടുതലാണ്. ഹണിക്ക് എന്താണ്? ഹണി എന്ന് പറയുന്നത് ഹൈലി ഡെൻസ് ആയിട്ടുള്ള, അതായത് അതിൻ്റെ ഡെൻസിറ്റി ഹൈ ആണ്. അപ്പോൾ എന്ത് പറ്റും? വാട്ടറിനെക്കാളും ഡെൻസിറ്റി ഹൈ ആണ്. സോ അത് പെട്ടെന്ന് ചെന്നങ്ങ് താഴെ ഇങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്തങ്ങ് കിടക്കും. കണ്ടോ? ഡിസോൾവ് ഒന്നും ആവാതെ താഴെ വന്നങ്ങ് സെറ്റിൽ ഡൗൺ ചെയ്യും. വേറാസ് നമ്മളിപ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു അഡൾട്ടറൻ്റ് ഉണ്ട്, ഇപ്പം ഷുഗർ സൊല്യൂഷൻ ആണ് അല്ലെങ്കിൽ ജാഗറിയുടെ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ദാണ്ട് ഇങ്ങനെ ഡിസോൾവ് ആയിട്ടായിരിക്കും കിടക്കുക, പെട്ടെന്ന് അങ്ങ് ഡിസോൾവ് ആവും. അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ താഴെ സെറ്റിൽ ഡൗൺ ചെയ്യും. നമ്മൾ നന്നായിട്ടിട്ട് കലക്കിയാൽ മാത്രമേ അതൊന്നും നന്നായിട്ട് കലങ്ങിയെങ്കിലും വരത്തുള്ളൂ. ഓക്കെ, ഭയങ്കരമായിട്ട് കലങ്ങത്തുമില്ല, നന്നായിട്ട് സ്റ്റിയർ ചെയ്യണം അല്ലെങ്കിൽ ഇച്ചിരി ചൂടൊക്കെ കൊടുത്താലേ അത് നന്നായിട്ട് കലങ്ങത്തുള്ളൂ. വേറാസ് ഇപ്പം അഡൾട്ടറേറ്റഡ് ഹണി ആണെങ്കിൽ, ഇംപ്യോർ ഹണി ആണെങ്കിൽ അത് ജസ്റ്റ് ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അങ്ങ് മിക്സ് ആവും. സോ ഇതാണ് രണ്ടാമത്തെ ടെസ്റ്റ്, ഹണിയുടെ ഡിറ്റക്ഷന് അല്ലെങ്കിൽ ഹണിയിൽ അഡൾട്ടറൻ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള രണ്ടാമത്തെ ടെസ്റ്റാണിത്. ഒന്നാമത്തത് നമ്മൾ കത്തിച്ച് നോക്കും, രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഒഴിച്ചു നോക്കും. ഓക്കെ, ഒന്നാമത്തതിൽ പ്യോർ ഹണി ആണെങ്കിൽ കത്താൻ ഈസി ആയിട്ട് കത്തും, സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇംപ്യോർ ആണെങ്കിൽ അതെന്താണ്? കത്താൻ പാടായിരിക്കും, ക്രാക്ഡ് സൗണ്ട്സ് ആയിരിക്കും. രണ്ടാമത്തെ ടെസ്റ്റ് എന്താണ്? വെള്ളത്തിൽ ആഡ് ചെയ്യുമ്പോൾ നേരെ താഴെ വന്നിങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യുകയാണെങ്കിൽ അത് പ്യോർ ഹണി ആയിരിക്കും. ഇങ്ങനെ പെട്ടെന്ന് കലങ്ങുവാണെങ്കിൽ അത് ഇംപ്യോർ ഹണി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഹണിയുടെ ഡിറ്റക്ഷൻ. ഇനി നമുക്ക് അടുത്തൊരു സ്വീറ്റ്നറും കൂടെ ഉണ്ട്. എന്താണ്? ജാഗറി, ശർക്കര. ശർക്കരയിൽ വാഷിംഗ് സോഡ ചിലപ്പോൾ അഡൾട്ടറൻ്റ് ആയിട്ട് വരാറുണ്ട്. എന്ത് വരാറുണ്ട്? വാഷിംഗ് സോഡ. ഹണിയിൽ വാഷിംഗ് സോഡ അഡൾട്ടറൻ്റ് ആയിട്ട് വരും. അതിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനകത്തോട്ട് ആ ഒരു ജാഗറി സൊല്യൂഷൻ എടുക്കുക അല്ലെങ്കിൽ ജാഗറി എടുക്കുക, എന്നിട്ട് അതിനകത്തോട്ട് HCl ആഡ് ചെയ്യാം. ഓക്കെ, HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വാഷിംഗ് സോഡയാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ HCl ആഡ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. സോ ഇതാ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങുന്ന പോലെ, അതായത് എഫർവെസൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ബബിൾസ് അല്ലെങ്കിൽ പതഞ്ഞ് ഒരു ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് വരും. സോ അതെന്തുകൊണ്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ എഫർവെസൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ വാഷിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ HCl ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? ഇങ്ങനെ പതഞ്ഞ് പൊങ്ങും, എഫർവെസൻസ് ഫോം ചെയ്യും ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്.
കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് മുകളിലോട്ട് പൊങ്ങി വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ജാഗറിയിൽ വാഷിംഗ് സോഡ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താണ്, വാഷിംഗ് സോഡ ഉണ്ട്, ഇല്ലെങ്കിൽ അത് പ്യുവർ ജാഗറിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്വീറ്റ്നറിൻ്റെ ഡിറ്റക്ഷൻ ക്ലിയർ ആണല്ലോ. ജാഗറിയിൽ കണ്ടല്ലോ എങ്ങനെയാ HCl ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. HCl ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. സോ ഇറ്റ് ഫോംസ് ആൻ എഫർവെസൻസ്. ഓക്കെ, സോ ഇതാണ് സ്വീറ്റ്നേഴ്സിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇത്രയും ഫുഡും അതിൻ്റെ അഡൾട്ടറൻറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. എന്തൊക്കെയാണ്, മിൽക്കിൻ്റെ അത് നോക്കി, പിന്നെ ഓയിൽ ആൻഡ് ഫാറ്റ്, ബട്ടർ അതൊക്കെ നോക്കി, പിന്നെ നമ്മൾ സ്വീറ്റനിങ് ഏജൻസിൻ്റെയും കൂടെ ഒന്ന് നോക്കി. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. അപ്പം ഇന്ന് പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. എന്തൊക്കെയാണ്, മിൽക്കിൽ എല്ലാം നമ്മൾ നോക്കി, മിൽക്കിൽ വരുന്ന എല്ലാം നമ്മൾ നോക്കി. പിന്നെ ഏതാണ്, ഗീ, ഓയിൽ, അതിനകത്തൊക്കെ വരുന്ന അഡൾട്ടറൻറ്റിൻ്റെ ഡിറ്റക്ഷൻ നോക്കി. പിന്നെ നമ്മൾ നോക്കിയതാണ് സ്വീറ്റ്സ് അല്ലെങ്കിൽ സ്വീറ്റനിങ് ഏജൻസിനകത്ത് വരുന്ന ഡിറ്റക്ഷൻ നോക്കി. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് നോക്കിക്കേ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് വാട്ട് കളർ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ മിൽക്ക്. പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ മിൽക്ക് ഡിറ്റക്ട് ചെയ്യുന്നത് ഇതിൽ ഏത് കളറാണ് വരുന്നതെന്ന്. അതായത് ഇവിടെ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് നമ്മൾ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ഏത് കളറാണ് തരുന്നത്. ഇപ്പോൾ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അയഡിൻ ടെസ്റ്റ് ഏത് കളർ തരും, ഏത് കളറാണ് തരിക? ഓപ്ഷൻ എ റെഡ്, ഓപ്ഷൻ ബി ഗ്രീൻ, ഓപ്ഷൻ സി ബ്ലൂ, ഓപ്ഷൻ ഡി യെല്ലോ. ഇപ്പോൾ സ്റ്റാർച്ച് ഉണ്ട്, അതിനകത്തോട്ട് നമ്മൾ അയഡിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ, അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് ബ്ലൂ കളർ. ഇനി ചിലപ്പം വയലറ്റ് എന്നും വരാം. ഓക്കെ, വയലറ്റ് എന്നും വരാം. വയലറ്റ് വന്നാലും വയലറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബ്ലൂ ഓർ വയലറ്റ് കളർ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം മിൽക്കിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ് എ വയലറ്റ് കളർ വെൻ അയഡിൻ സൊല്യൂഷൻ ഈസ് ആഡഡ്. ക്ലിയർ? അപ്പോൾ അതാണ് മിൽക്കിൻ്റെ ഡിറ്റക്ഷൻ. അപ്പം മിൽക്കിൽ നമ്മൾ ഏതൊക്കെ നോക്കി? യൂറിയയുടെ ഡിറ്റക്ഷൻ നോക്കി, പിന്നെ ഏത് നോക്കിയത്? സ്റ്റാർച്ച് നോക്കിയിട്ടുണ്ട്, പിന്നെ ഫോമാലിൻ്റെ ഡിറ്റക്ഷൻ ഉണ്ട്, പിന്നെ ഇതാണ് സിന്തറ്റിക് മിൽക്കിൻ്റെ പ്രസൻസ്. സിന്തറ്റിക് മിൽക്കിൻ്റെ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സിന്തറ്റിക് മിൽക്കിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ഇത്രയും ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. വിച്ച് അഡൾട്ടറന്റ് മിൽക്ക് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് സോയാബീൻ ഓർ പീ പൗഡർ ആൻഡ് എ റെഡ് ലിറ്റ്മസ് പേപ്പർ. ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സോയാബീനോ പീ പൗഡറോ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ആളെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക. ഇപ്പം മിൽക്കിൻ്റെ ഡിറ്റക്ഷനാണ് ഇതും. ഇവിടെ എന്തൊക്കെയാണ് ആഡ് ചെയ്തത് നോക്കി, സോയാബീൻ അല്ലെങ്കിൽ പീജിയൻ പീ പൗഡറും റെഡ് ലിറ്റ്മസ് പേപ്പറും ആണ് വന്നിരിക്കുന്നത്. അത് ഏതിൻ്റെ ടെസ്റ്റാണ്? നമ്മൾ യൂറിയയുടെ ടെസ്റ്റാണ്. യൂറിയയുടെ ടെസ്റ്റാണത്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു ചെയ്ത, യൂറിയയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, യൂറിയയിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ മിൽക്കിലേക്ക് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് യൂറിയ, നമ്മൾ സോയാബീനോ അല്ലെങ്കിൽ പീജിയൻ പീ പൗഡറോ ആഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് റെഡ് ലിറ്റ്മസ് കൊടുക്കുകയാണെങ്കിൽ, റെഡ് ലിറ്റ്മസ് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ബ്ലൂ ആയിട്ട് മാറും. റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറും. ബിക്കോസ് യൂറിയ എന്താവും, ബേസിക് ആയിരിക്കും. സോ ബേസിക് ആയതുകൊണ്ടാണ് ഇറ്റ് പ്രൊഡ്യൂസസ് ബ്ലൂ കളർ. അല്ലെങ്കിൽ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആക്കുന്നത് അത് ബേസിക് ആയതുകൊണ്ടാണ്. സോ യൂറിയയുടെ ഡിറ്റക്ഷന് വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതാണ് സോയാബീൻ ഓർ പീജിയൻ പീ പൗഡറും റെഡ് ലിറ്റ്മസ് പേപ്പറും. അപ്പോൾ റെഡ് ലിറ്റ്മസ് എന്തായിട്ട് മാറും? ബ്ലൂ ലിറ്റ്മസ് ആയിട്ട് മാറും. ബിക്കോസ് യൂറിയ ബേസിക് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫോർമേഷൻ ഓഫ് വിച്ച് കളർ റിംഗ് അറ്റ് ദ ഇന്റർസെക്ഷൻ ഓഫ് ടു ലെയേഴ്സ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഫോമാലിൻ ഇൻ മിൽക്ക്. അപ്പോൾ നമ്മളിവിടെ എന്തായിരുന്നു ചെയ്ത, മിൽക്ക് എടുക്കുന്നു, അതിനകത്തോട്ട് എന്ത് ആഡ് ചെയ്യുന്നു, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു റിങ് കിട്ടും അല്ലേ. ആ റിങ് വെച്ചിട്ടാണ് നമ്മൾ ഫോമാലിൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അതിനാണെങ്കിൽ ഈ റിങ്ങിൻ്റെ കളർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിങ്ങിൻ്റെ കളർ ഏതാണ്? ഒരു ബ്ലൂ റിങ് ആയിരിക്കും നമുക്ക് വരിക. ഒരു ബ്ലൂ റിങ് ആണ് നമുക്ക് വരുന്നത്.
ഓക്കെ, ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് റിംഗ്. ഓക്കെ, ബ്ലൂ ഓർ വയലറ്റ്, നമുക്ക് ഈ രണ്ട് ഓപ്ഷന് കൊടുക്കാം. അപ്പം ബ്ലൂ ഓർ വയലറ്റ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ. ബ്ലൂ ഓർ വയലറ്റ് റിംഗ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് ഓപ്ഷനും ഉണ്ട്. അപ്പം ഇത് മേ ബി ഏതെങ്കിലും വേറൊരു കളർ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഗ്രീൻ എന്നിരിക്കണോട്ടെ കേട്ടോ. ഇത് ഗ്രീൻ ആണെങ്കിൽ വയലറ്റ് ആയിരിക്കും നമുക്ക് വരുന്ന കളർ. ഓക്കെ, ബ്ലൂ ഓർ വയലറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അതിൻ്റെ കളറിൽ ചേഞ്ചസ് വരും കേട്ടോ. ബ്ലൂവും വയലറ്റും ആ ഒരു ഷെയ്ഡായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പോയിന്റുകളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ആഡ് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ആകുമ്പോൾ ഇവിടെ ഒരു വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ റിംഗ് ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫോമാലിൻ. ഫോമാലിൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇത്രയും ക്ലിയർ ആണല്ലോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന്. മിൽക്കിനകത്ത് ഫോമാലിൻ വരുമ്പോഴാണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ വയലറ്റ് റിംഗ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഡിറ്റർജന്റ് ഇൻ മിൽക്ക് വെൻ ദ സാമ്പിൾ ഈസ് ഷേക്കൺ വിത്ത് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ. ഇപ്പം മിൽക്കിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ എന്തോ ഒരു സാധനം ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നമ്മൾ ഡിറ്റർജൻറ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കും. അതെന്താണ് ഫോം ചെയ്യുന്നത്? എന്താണ് ഫോം ചെയ്യുന്നത്? ഡിറ്റർജൻറ്റ് ഉണ്ടെങ്കിൽ ഈസി ആണല്ലേ. ഡിറ്റർജൻറ്റ് സോപ്പ് പൊടി ഓർക്കുക. സോപ്പ് പൊടി മിക്സ് ചെയ്യുമ്പം എന്താ കിട്ടുക? വെള്ളത്തിൽ കലക്കുമ്പോൾ ഫോം ഉണ്ടാവും, അതായത് പതഞ്ഞ് പൊങ്ങും, പത ഉണ്ടാവും. സോ ഫോർമേഷൻ ഓഫ് ഫോം ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് നോക്കിക്കേ. മിൽക്കിൽ ഡിറ്റർജൻറ്റ് വരുന്നു, ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് ഷേക്ക് ചെയ്യുന്നു, ദെൻ അവിടെ ഫോർമേഷൻ ഓഫ് ഫോം ആണ് ഉണ്ടാവുന്നത്. അങ്ങനെ നമുക്ക് മിൽക്കിൽ ഡിറ്റർജൻറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. നോക്കിയേ ഈ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് സിന്തറ്റിക് മിൽക്ക്? നോട്ട് ആൻ ഇൻഡിക്കേറ്റർ, ഇൻഡിക്കേറ്റർ അല്ലാത്തത് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഒന്ന് നോക്കിയേ. ബിറ്റർ ആഫ്റ്റർ ടേസ്റ്റ്, സോപ്പി ഫീലിംഗ് വെൻ റബ്ഡ് ബിറ്റ്വീൻ ഫിംഗേഴ്സ്, ടേൺസ് യെല്ലോയിഷ് ഓൺ ഹീറ്റിംഗ്, ടേൺസ് ബ്ലൂ ഓൺ ഹീറ്റിംഗ്. ഇതിൽ ഏതാണ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ടാണ്. ഇപ്പം സിന്തറ്റിക് മിൽക്ക് വരുമ്പം നമ്മൾ 3 ഫീച്ചേഴ്സ് പറഞ്ഞു. എന്താണ്? ബിറ്റർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു, പിന്നെന്താ സോപ്പി ഫീലിംഗ് അല്ലെങ്കിൽ സ്ലിപ്പറി ഫീലിംഗ് ആയിരിക്കും, പിന്നെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് യെല്ലോയിഷ് ആവാണ്. അപ്പോൾ ഇതിലേതാണ് റോങ്? നോട്ട്. ടേൺസ് ബ്ലൂ ഓൺ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലൂ ആവുന്നത് റോങ് ആണ്. ബ്ലൂ അല്ല ആവുന്നത്, യെല്ലോ ആണ് ആവുന്നത്. മാറിപ്പോവരുത് കേട്ടോ, കൺഫ്യൂഷനും വരരുത്. യെല്ലോയിഷ് കളറാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും, സോപ്പി ഫീലിംഗ് ആയിരിക്കും, യെല്ലോയിഷ് കളർ ആയിരിക്കും വരിക ഹീറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ. വാട്ട് കളർ കൺഫേംസ് ദ പ്രസൻസ് ഓഫ് വനസ്പതി ഓർ മാർജറിൻ ഇൻ ഗീ വെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഷുഗർ ആഡഡ്? അപ്പോൾ ഗീയിൽ അല്ലെങ്കിൽ നമ്മൾ ബട്ടറോ എന്തെങ്കിലിനകത്തും വനസ്പതി ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു, പ്ലസ് അതിൻ്റെ കൂടെ ഇച്ചിരി ഷുഗർ ആഡ് ചെയ്യും. സോ അപ്പോൾ ഏത് കളറാണ് ഫോം ചെയ്യുന്നത്? ഏത് കളറാണ് ഫോം ചെയ്യുന്നത്? ഈസി ആണല്ലേ, നമ്മൾ പഠിച്ചല്ലേ ഇപ്പം. ഏതാണ്? ക്രിംസൺ റെഡ് കളറാണ് ഫോം ചെയ്യുന്നത്. ക്രിംസൺ റെഡ് കളറാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ക്രിംസൺ റെഡ് കളറാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എന്താ ആഡ് ചെയ്യുമ്പോഴാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും ഷുഗറും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത്. ഇതിനകത്ത് ഗീക്കകത്ത് എന്തിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ? വനസ്പതിയുടെ പ്രസൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതിലോട്ട് പോയാലോ? അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പം ഗീയിൽ വനസ്പതി ഉണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡും ഷുഗറും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ഫോം ചെയ്യും? ഒരു ക്രിംസൺ റെഡ് കളറ് ഫോം ചെയ്യും. അപ്പോൾ ആ ടെസ്റ്റ് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ടെസ്റ്റിലേക്ക് പോകാം. വിച്ച് കളർ ചേഞ്ച് ഇൻഡിക്കേറ്റ്സ് the presence of mashed potato, sweet potato or other starch in ghee or butter? ഗീയിലോ ബട്ടറിലോ സ്റ്റാർച്ച്, അതായത് മാഷ്ഡ് പൊട്ടറ്റോയോ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോയോ സ്റ്റാർച്ചോ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കളർ ഏതാണ്? ഏത് കളറാണ്? നമ്മൾ അയഡിൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പം അവിടെ ഒരു കളർ ചേഞ്ച് വരും. എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് ഈ കളർ ചേഞ്ച്? എപ്പോഴാണ് വരുന്നത്? വെൻ വി ആഡ് അയഡിൻ. അയഡിൻ ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അയഡിൻ ആഡ് ചെയ്യുമ്പം ആ കളർ ചേഞ്ച് വരും. ഏത് കളറാണ് ഫോം ചെയ്യുന്നത്? ഏത് കളർ ചേഞ്ചാ? അല്ലെങ്കിൽ ഏത് കളറായിട്ടാണ് വരുന്നത്? റെഡ്
ബ്ലൂ, ഗ്രീൻ, യെല്ലോ. ഏതായിരിക്കും? ബ്ലൂ ആയിരിക്കും. അയഡിൻ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൂ ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അയഡിൻ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗീക്കകത്ത് എന്തുണ്ടെങ്കിലാണ് സ്റ്റാർച്ച് വരികയാണെങ്കിൽ, സ്റ്റാർച്ചാണ് അതിനകത്ത് വരുന്നതെങ്കിലാണ് നമ്മൾ അയഡിൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഫോംസ് വാട്ട്? ഇറ്റ് ഫോംസ് ബ്ലൂ കളർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ടെസ്റ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഹാപ്പൻസ് ടു ദ പ്രൊഹിബിറ്റഡ് കളർ ഇൻ എഡിബിൾ ഓയിൽ വെൻ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ആഡഡ്? ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ഓയിൽ എടുക്കുന്നു, അതിനകത്ത് ഇപ്പം എന്തുണ്ടെങ്കിലാ പ്രൊഹിബിറ്റഡ് കളർ ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമ്മൾ HCl ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുക? ഡിസോൾവ്സ് കംപ്ലീറ്റ്ലി, സെപ്പറേറ്റ് ഇൻ ദ അപ്പർ ലെയർ, ടേൺസ് ബ്ലൂ, ടേൺസ് യെല്ലോ. എന്ത് സംഭവിക്കും? ഇതിനകത്തുള്ള എഡിബിൾ കളേഴ്സ് എന്തായിരിക്കും? മുകളിൽ ഒരു ലെയർ ആയിട്ട് വന്ന് നിൽക്കും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെപ്പറേറ്റ്സ് ഇൻ ദ അപ്പർ ലെയർ. അപ്പർ ലെയറിൽ സെപ്പറേറ്റ് ചെയ്ത് വന്ന് നിൽക്കും. ഓക്കെ, സോ പ്രൊഹിബിറ്റഡ് കളേഴ്സ് എഡിബിൾ ഓയിലിൽ വരുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് മുകളിൽ വന്ന് നിൽക്കും. അതാണ് HClന്റെ പ്രസൻസിന്റെ പ്രൊഹിബിറ്റഡ് കളേഴ്സിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സെപ്പറേറ്റ് ലെയർ ഫോം ചെയ്യും, അത് ഓർക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഇമ്മീഡിയറ്റ് ഫോർമേഷൻ ഓഫ് വിച്ച് കളർ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് TOCP in oils and fats when solid yellow buffer is added? ഒരു സോളിഡ് യെല്ലോ ബഫർ ആഡ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഒരു സോളിഡ് യെല്ലോ ബഫർ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റിലേക്ക് ഒരു സോളിഡ് യെല്ലോ ബട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ കളർ ഒരു യെല്ലോ കളർ ആണല്ലോ ഓയിലിനൊക്കെ വരിക. ആ കളറ് വേറെ എന്തോ ഒരു കളറായിട്ട് മാറും. ഏത് കളറായിട്ടാണ് മാറുന്നത്? ബ്ലൂ, റെഡ്, ഗ്രീൻ, യെല്ലോ. ഇതിൽ ഏതായിട്ടാണ് മാറുക? റെഡ് കളറായിട്ടായിരിക്കും മാറുക. ഓക്കെ, അപ്പം TOCPയുടെ പ്രസൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ബട്ടർ ആഡ് ചെയ്ത് നോക്കും. ഇഫ് ദ കളർ ചേഞ്ചസ് ടു റെഡ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിന് എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്? TOCPയുടെ പ്രസൻസ് വരുന്നുണ്ട്. ഓക്കെ, TOCPയുടെ പ്രസൻസ് നമ്മൾ അങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ. വാട്ട് ഹാപ്പൻസ് ടു കോക്കനട്ട് ഓയിൽ when placed in the refrigerator if it is adulterated with other oils? ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഞാൻ എടുത്തു, റെഫ്രിജറേറ്ററിൽ വെച്ച് കഴിഞ്ഞു. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ അതർ ഓയിൽസ് ഉണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചേഞ്ച് ആണ് വരുന്നത്? അപ്പോൾ ഒന്ന് നോക്കിക്കേ. ടേൺസ് ബ്ലൂ, സോളിഡിഫൈസ് കംപ്ലീറ്റ്ലി, ലീവ്സ് എ സെപ്പറേറ്റ് ലെയർ, നോ ചേഞ്ച്. എന്ത് സംഭവിക്കാം? ആ ഓയിൽ എങ്ങനെ നിൽക്കും? ഓയിൽ ഒരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഓയിൽ എന്ത് ചെയ്യും? ഒരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് നിൽക്കും. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ എന്തായിരിക്കും? ഒരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് ആ അതർ ഓയിൽ വരും. ഇവിടെ ഉള്ളത് എന്തായിരിക്കും? ആ സോൾഡിഫൈ ചെയ്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ ആയിരിക്കും. കോക്കനട്ട് ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സോൾഡിഫൈ ചെയ്യും, ബാക്കിയുള്ള ഓയിൽ ഒരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് മാറും. ഓക്കെ, പെട്ടെന്ന് കോക്കനട്ട് ഓയിൽ അങ്ങ് സോൾഡിഫൈ ചെയ്യും. അപ്പം എന്താണ്? കോക്കനട്ട് ഓയിലിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ടു കോക്കനട്ട് ഓയിൽ വെൻ പ്ലേസ്ഡ് ഇൻ ദ റെഫ്രിജറേറ്റർ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് അതർ ഓയിൽ? എന്താ സംഭവിച്ചത്? സെപ്പറേറ്റ് ലെയർ ആയിട്ട് മാറും. ലീവ്സ് എ സെപ്പറേറ്റ് ലെയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് സെറ്റിൽസ് അറ്റ് ദ ബോട്ടം വെൻ ഷുഗർ അഡൾട്ടറേറ്റഡ് വിത്ത് ചോക്ക് പൗഡർ ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ? ഇപ്പം ഷുഗറിനകത്ത് നമ്മൾ വാട്ടർ ഒഴിച്ച് ഡിസോൾവ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ചോക്ക് പൗഡർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഡിസോൾവ് ചെയ്ത് അനക്കാതെ വെക്കുമ്പം എന്തായിരിക്കും താഴോട്ട് വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്? എന്തായിരിക്കും? ചോക്ക്, ഷുഗർ, വാട്ടർ, നത്തിങ്. എന്തായിരിക്കും സെറ്റിൽ ഡൗൺ ചെയ്യുക? ചോക്ക് വന്നിട്ട് എന്ത് ചെയ്യും? സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പോൾ ചോക്ക് പൗഡറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷുഗർ എടുക്കുന്നു, ഡിസോൾവ് ചെയ്യുന്നു. ഇഫ് അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വൈറ്റ് ചോക്സ് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ, ചോക്ക് പൗഡർ സെറ്റിൽ ഡൗൺ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? അഡൾട്ടറേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഹാപ്പൻസ് വെൻ എ കോട്ടൺ വിക്ക് ഡിപ്ഡ് ഇൻ പ്യോർ ഹണി ഈസ് ലൈറ്റഡ് വിത്ത് എ മാച്ച് സ്റ്റിക്ക്? ഒരു പ്യോർ ഹണിയാണ്. പ്യോർ ഹണിയെ മുക്കിയിട്ട് ഒരു തിരി നമ്മൾ എടുത്ത് കത്തിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഡസ് നോട്ട് ബേൺ, ബേൺസ് വിത്തൗട്ട് ക്രാക്കിംഗ് സൗണ്ട്, പ്രൊഡ്യൂസ് എ ക്രാക്കിംഗ് സൗണ്ട്, മെൽറ്റ് വിത്തൗട്ട് ബേണിംഗ്. ഇതിലേതാണ്? പ്യോർ ഹണിയാണ്. ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഓർക്കണം.
പ്യോർ ഹണിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. പ്യോർ ഹണി ആണെങ്കിൽ കത്തും അല്ലേ, അപ്പം ഇത് തെറ്റാണ്. മെൽറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക? ക്രാക്കിംഗ് സൗണ്ട് ഉണ്ടാവുമോ ഇല്ലയോ? ക്രാക്കിംഗ് സൗണ്ട് ഉണ്ടാവില്ല. വിത്തൗട്ട് ക്രാക്കിംഗ് സൗണ്ട് ആയിരിക്കും. ബേൺസ് വിത്തൗട്ട് ക്രാക്കിംഗ് സൗണ്ട് ആണ്. വിത്ത് ക്രാക്കിംഗ് സൗണ്ട് ആയിരുന്നെങ്കിൽ ഇതെന്തായിരിക്കും? അഡൾട്ടറേറ്റഡ് ആയിരിക്കും. അഡൾട്ടറേറ്റഡ് ആയിരിക്കും കേട്ടോ. അഡൾട്ടറേറ്റഡ് ആകുമ്പോഴാണ് ക്രാക്കിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡൾട്ടറേറ്റഡ് ആണെങ്കിലാണ് ക്രാക്കിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഹണിയുടെ അഡൾട്ടറേറ്റ്. What indicates the presence of washing soda in jaggery when hydrochloric acid is added? Easy question അല്ലേ? നോക്കിയേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ജാഗറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ പതഞ്ഞ് വരും അല്ലേ? അതിനെ എന്താ വിളിക്കുക? എഫർവെസൻസ് ഫോം ചെയ്യും. എഫർവെസൻസ് പതഞ്ഞ് വരുന്നതിനാണ് കേട്ടോ. പതഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അത് എന്ത് റിലീസ് ചെയ്യുന്നതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ പതഞ്ഞ് പൊങ്ങുന്നത്. ബബിൾസ് ആയിട്ട് ഇങ്ങനെ വരും. സോ അതിനെയാണ് എഫർവെസൻസ് എന്ന് പറയാം. അപ്പൊ എഫർവെസൻസ് ആണ് ഉണ്ടാവുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് സ്റ്റാർച്ച് ഇൻ മിൽക്ക്? സ്റ്റാർച്ച് ഇൻ മിൽക്ക് ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റാർച്ച് ഇൻ മിൽക്ക് ഡിറ്റക്ട് ചെയ്യാൻ വി യൂസ് റെഡ് ലിറ്റ്മസ് പേപ്പർ, അയഡിൻ സൊല്യൂഷൻ, സൾഫ്യൂറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാണ്? അയഡിൻ ടെസ്റ്റ് ആണ്. റെഡ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? യൂറിയയുടെ ടെസ്റ്റാണ്. സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഫോമാലിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോമാലിൻ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ കൂടുതലും എവിടെയൊക്കെയായിരുന്നു യൂസ് ചെയ്തത്? ഓയിൽസിലൊക്കെയാണ് കൂടുതൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തത്. പിന്നെ ജാഗറിയുടെ കാര്യത്തിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ടെസ്റ്റിന് വേണ്ടിയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്തത്. അപ്പോൾ നോക്കിക്കേ, റെഡ് ലിറ്റ്മസ് പേപ്പർ യൂറിയ ആണ്. റെഡ് എന്താക്കി മാറ്റും? ബ്ലൂ ആക്കി മാറ്റും. സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഫോമാലിൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? വയലറ്റ് റിങ് ഫോം ചെയ്യും. ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് റിങ് ഫോം ചെയ്യും. ഓക്കെ, സ്റ്റാർച്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അയഡിൻ ആണെങ്കിൽ ഇറ്റ് ഫോംസ് എ ബ്ലൂ ഓർ വയലറ്റ് കളർ. ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് കളർ ഫോം ചെയ്യും. ഓക്കെ, ഇപ്പൊ സ്റ്റാർച്ചിന്റെ പ്രസൻസിന് വി യൂസ് അയഡിൻ സൊല്യൂഷൻ. അതിനെ അയഡിൻ ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, next question, which adulterant in milk changes red litmus to blue after adding soybean powder? അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, ആൻസർ ഒന്ന് ചെയ്ത് നോക്കിക്കേ. വിച്ച് അഡൾട്ടറന്റ് മിൽക്ക് ചേഞ്ചസ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നത് ഏത് അഡൾട്ടറന്റ് ആണ്? സോയാബീൻ പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഏതാണ്? യൂറിയ വെച്ച് ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. സ്റ്റാർച്ച് ഏതാണ്? അയഡിൻ. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചിലപ്പം വരാം കേട്ടോ. അയഡിൻ ടെസ്റ്റ് ആണ്. ഡിറ്റർജന്റ് നമ്മൾ വാട്ടർ ഒഴിച്ചിട്ട് ഷേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോമാലിൻ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പം യൂറിയ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, which acid is used to detect formalin in milk? മിൽക്കിൽ ഫോമാലിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? ഇപ്പൊ നമ്മൾ കണ്ടുള്ള അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ഏതാണ്? സൾഫ്യൂറിക് ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ത് ഡിറ്റക്ട് ചെയ്യാൻ? ഫോമാലിൻ ഡിറ്റക്ട് ചെയ്യാൻ. മിൽക്കിൽ ഫോമാലിൻ ഡിറ്റക്ട് ചെയ്യാൻ വി യൂസ് സൾഫ്യൂറിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. വാട്ട് ടെസ്റ്റ് ക്യാൻ ഐഡന്റിഫൈ ഡിറ്റർജന്റ് ഇൻ മിൽക്ക് ആണ്. ഡിറ്റർജന്റിനെ കണ്ടുപിടിക്കാൻ അയഡിൻ സൊല്യൂഷൻ, റെഡ് ലിറ്റ്മസ് പേപ്പർ, വാട്ടർ ഷേക്കിംഗ് ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ്. ഇതിലേതാണ്? ഈസി. ഡിറ്റർജന്റ് ആകുമ്പം വാട്ടർ ആഡ് ചെയ്ത് ഷേക്ക് ചെയ്യും. സോ വാട്ടർ ഷേക്കിംഗ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അയഡിൻ നമ്മൾ സ്റ്റാർച്ചിന്റെ പ്രസൻസിന് വേണ്ടിയാണ് കേട്ടോ. സ്റ്റാർച്ച് ആണ്. റെഡ് ലിറ്റ്മസ് നമ്മൾ യൂറിയ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഷുഗറും HCl കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓയിലിന്റെ ടെസ്റ്റിന് വേണ്ടി ചെയ്യാറുണ്ട്. ഓയിലിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി വിച്ച് പ്രോപ്പർട്ടി ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് സിന്തറ്റിക് മിൽക്കുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് നോട്ടാണ്. നോട്ട് അസോസിയേറ്റഡ് വിത്ത് സിന്തറ്റിക് മിൽക്ക്. ബിറ്റർ ആഫ്റ്റർ ടേസ്റ്റ്, സോപ്പി ഫീലിംഗ് ഓൺ റബ്ബിംഗ്, ടേൺസ് യെല്ലോയിഷ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ടേൺസ് ബ്ലൂ ഓൺ ഹീറ്റിംഗ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ. ഏതാണ്? ഒന്ന് ആൻസർ ചെയ്യാമോ? നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ഏതാണ്? അല്ലാത്തത് ബ്ലൂ ഓൺ ഹീറ്റിംഗ് ആണ് അല്ലേ? നമ്മൾ കണ്ടതാണ്. ബ്ലൂ ഓൺ ഹീറ്റിംഗ് ആണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വനസ്പതി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗീല് വനസ്പതി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതിൽ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യാം? അയഡിൻ ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, റെഡ് ലിറ്റ്മസ് ടെസ്റ്റ്, സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ്. ഈസി. വനസ്പതിയുടെ പ്രസൻസിൽ നമ്മൾ ഷുഗർ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഷുഗർ ടെസ്റ്റ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്രിംസൺ റെഡ് കളർ കിട്ടും. ഓക്കെ, ക്രിംസൺ റെഡ് കളർ കിട്ടും. അങ്ങനെയാണ് വനസ്പതി ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അയഡിൻ ടെസ്റ്റ് നമ്മൾ സ്റ്റാർച്ചിന്റെ പ്രസൻസിലാണ് കേട്ടോ. മിൽക്കിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്നാണ്. റെഡ് ലിറ്റ്മസ് മിൽക്കിൽ യൂറിയ ഉണ്ടോ എന്ന് അറിയാനാണ്. സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ് മിൽക്കിൽ ഫോമാലിൻ ഉണ്ടോ എന്ന് അറിയാനാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ മിക്കവാറും ഇതെല്ലാം പഠിച്ചാണല്ലേ. നമ്മൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, അയഡിൻ ടെസ്റ്റ് മിൽക്കിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് അറിയാൻ. ഷുഗർ ടെസ്റ്റ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ്? ഓയിലിൽ വനസ്പതി ഉണ്ടോ എന്ന് അറിയാൻ. റെഡ് ലിറ്റ്മസ് ടെസ്റ്റ് മിൽക്കിൽ യൂറിയ ഉണ്ടോ എന്ന് അറിയാൻ. സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ് മിൽക്കിൽ ഫോമാലിൻ ഉണ്ടോ എന്ന് അറിയാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് പ്രൊഹിബിറ്റഡ് കളർ ഇൻ എഡിബിൾ ഓയിൽ വെൻ ടെസ്റ്റഡ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്? പ്രൊഹിബിറ്റഡ് കളർ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഓക്കെ, ഇത് നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണോ? ഒന്ന് നോക്കിക്കേ. ടേൺസ് ബ്ലൂ, കളർ സെപ്പറേറ്റ്സ് ഇൻ അപ്പർ ലെയർ. ടേൺസ് യെല്ലോ, ഡിസോൾവ്സ് കംപ്ലീറ്റ്ലി. ഏതാണ്? അപ്പർ ലെയർ കളറായിട്ട് തരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് TOCP? ഇത് വേറൊരു രീതിയിൽ നമ്മൾ നേരത്തെ പഠിച്ചു. TOCP ഉണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ടേൺസ് ബ്ലൂ, ഫോർമേഷൻ ഓഫ് റെഡ് കളർ. ടേൺസ് ഗ്രീൻ, നോ റിയാക്ഷൻ. ഇവിടെ എന്താ ടെസ്റ്റ് എന്ന് പറയുന്നത്? ഓയിലിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ബട്ടർ ആഡ് ചെയ്യും. TOCP ഉണ്ടെങ്കിൽ ഇതിന്റെ കളർ എന്താവും? റെഡ് കളറായിട്ട് മാറും. ഓക്കെ, ഫോർമേഷൻ ഓഫ് റെഡ് കളറാണ് സംഭവിക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഈസ് ദ പ്രസൻസ് ഓഫ് അതർ ഓയിൽസ് ഇൻ കോക്കനട്ട് ഓയിൽ ഡിറ്റക്റ്റഡ്? ഈസി ക്വസ്റ്റ്യൻ അല്ലേ. കോക്കനട്ട് ഓയിലിൽ വേറെ ഓയിൽസ് ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം? നോ കളർ ചേഞ്ച്, ഫോർമേഷൻ ഓഫ് ഫോം, സെപ്പറേറ്റ് ലെയർ ഫോർമേഷൻ, പ്രസിപ്പിറ്റേറ്റ്. ഏതാണിത്? സെപ്പറേറ്റ് ലെയർ ഫോർമേഷൻ ആണ്. അതർ ഓയിൽ ഒരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് വന്ന് നിൽക്കും. ഈസി അല്ലേ അത്? റെഫ്രിജറേറ്റർ ചെയ്യുമ്പം കോക്കനട്ട് ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താവും? അങ്ങ് സോളിഡിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്തിരിക്കും. മറ്റേ ഓയിൽ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ഒരു ലെയർ ആയിട്ട് വന്ന് നിൽക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഓൾറെഡി കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ അറിയാലോ എല്ലാവർക്കും. ഏത് സബ്സ്റ്റൻസ് ആണ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്? ഏതാണ്? ചോക്ക് ആണ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമൺ അഡൾട്ടറന്റ് ഇൻ മിൽക്ക്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമൺ അഡൾട്ടറന്റ് ഇൻ മിൽക്ക്? മാഷ്ഡ് പൊട്ടറ്റോ, TOCP, സ്റ്റാർച്ച്, വനസ്പതി. ഇതിലേതാണ്? സ്റ്റാർച്ച് ആണ്. ഈ മാഷ്ഡ് പൊട്ടറ്റോയും TOCPയും വനസ്പതിയും എന്തിലാണ് വരുന്നത്? ഓയിലിൽ അല്ലെങ്കിൽ ഗീയിലൊക്കെയാണ് വരുന്നത്. വേറാസ് സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് പിന്നെ ഏതൊക്കെയാണ് മിൽക്കിൽ വരുന്നത്? സ്റ്റാർച്ച്, യൂറിയ, പിന്നെ ഫോമാലിൻ, പിന്നെന്താ വന്ന? ഡിറ്റർജന്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സിന്തറ്റിക് മിൽക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്? മിൽക്കിനകത്ത് കോമൺ ആയിട്ട് കാണുന്ന അഡൾട്ടറന്റ്. ബാക്കി കൊടുത്തിരിക്കുന്ന സ്മാഷ്ഡ് പൊട്ടറ്റോയും TOCPയും വനസ്പതിയൊക്കെ എന്തിനകത്ത് വരുന്നതാണ്? ഓയിൽ ആൻഡ് ഗീല് വരുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂറിയയുടെ പ്രസൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, യൂറിയയുടെ പ്രസൻസ് ടെസ്റ്റ് ചെയ്യാൻ ഏതാണ്? അയഡിൻ ടെസ്റ്റ്, സോയാബീൻ പൗഡർ ആൻഡ് ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റ്, വാട്ടർ ഷേക്കിംഗ് ടെസ്റ്റ്, സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ്. ഇതിലേതാണ്? നമുക്ക് ഓരോന്ന് നോക്കാം അല്ലേ, ഒന്നുകൂടെ നമുക്ക് പഠിച്ചേക്കാം. സോയാബീൻ പൗഡർ ആൻഡ് റെഡ് ലിറ്റ്മസ് ടെസ്റ്റ് ആണ് യൂറിയയുടെ പ്രസൻസ് നോക്കുന്നത്. അയഡിൻ എന്തിനു വേണ്ടിയാ? ഒന്നുകൂടെ പറയാലോ, ഏതാണത്? സ്റ്റാർച്ച് ആണല്ലേ. വാട്ടർ ഷേക്കിംഗ് ടെസ്റ്റ് എന്തിനു വേണ്ടിയാ? മിൽക്കിൽ ഡിറ്റർജന്റ് ഉണ്ടോ എന്ന് അറിയാനാണ്. ഡിറ്റർജന്റ് ഉണ്ടോ എന്ന് അറിയാനാണ്. സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ്? ഫോമാലിൻ ഉണ്ടോ എന്ന് അറിയാനാണ്. മിൽക്കിൽ ഫോമാലിൻ ഉണ്ടോ എന്ന് അറിയാനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് സിന്തറ്റിക് മിൽക്ക്? സിന്തറ്റിക് മിൽക്കിന്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇതിൽ ഏതാണ്? ടേൺസ് ബ്ലൂ ഓൺ ഹീറ്റിംഗ്, സോപ്പി ഫീലിംഗ് ഓൺ റബ്ബിംഗ്, ടേൺസ് റെഡ് ഓൺ ഹീറ്റിംഗ്, ബിറ്റർ ആഫ്റ്റർ ടേസ്റ്റ്. ഇതിൽ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ? രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ബിയും ഡിയും വരുന്നുണ്ട്. ഓക്കെ, ബിറ്റർ ആഫ്റ്റർ ടേസ്റ്റും വരുന്നുണ്ട്, സോപ്പി ഫീലിംഗ് ഓൺ റബ്ബിങ്ങും വരുന്നുണ്ട്. ഓക്കെ, രണ്ടും വരുന്നുണ്ട്. ബി ആൻഡ് ഡി വരുന്നുണ്ട് കേട്ടോ. ബിയും ഡിയും വരും. സിന്തറ്റിക് മിൽക്കിന്റെ പ്രസൻസിൽ എന്തൊക്കെയാണ്? 3 ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെയാണ്? ബിറ്റർ ടേസ്റ്റ് വരുന്നുണ്ട്, പിന്നെന്താ വരിക? സോപ്പി ഫീലിംഗ് അല്ലെങ്കിൽ സ്ലിപ്പറി ഫീലിംഗ് വരുന്നുണ്ട്, പിന്നെന്താ വരുന്നത്? യെല്ലോയിഷ് കളർ ഓൺ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു യെല്ലോയിഷ് കളറ് കിട്ടും. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കളർ കൺഫേം ദ പ്രസൻസ് ഓഫ് ഫോർമാലിൻ? ഫോർമാലിൻ്റെ പ്രസൻസ് ഏതാണ്? നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലേ, ഏതാണ്? വയലറ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കോമൺ അഡൾട്ടറന്റ് ഇൻ ഗീ ഡിറ്റക്റ്റഡ് യൂസിങ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഷുഗർ? ഈസി ക്വസ്റ്റ്യൻ, തിരിച്ചു ചോദിച്ചെന്നേ ഉള്ളൂ. നേരത്തെ വേറൊരു രീതിയിൽ ഇപ്പൊ തിരിച്ചു ചോദിച്ചു. ഇപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡും ഷുഗറും യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പം പരീക്ഷയ്ക്ക് ഷുഗർ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഏത് അഡൾട്ടറന്റ് ആണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിക്കാം. അത് ഏതാണ്? TOCP, വനസ്പതി, സ്റ്റാർച്ച്, മാഷ്ഡ് പൊട്ടറ്റോ. വനസ്പതിയാണ്. ഇവിടെ എന്താണ്? നമ്മൾ ബട്ടർ യൂസ് ചെയ്യും. ബട്ടർ യൂസ് ചെയ്യുമ്പം റെഡ് ആവുകയാണെങ്കിൽ അതെന്താണ്? TOCP ആണ്. സ്റ്റാർച്ചും മാഷ്ഡ് പൊട്ടറ്റോയ്ക്ക് നമ്മൾ അയഡിൻ ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർച്ച് മിൽക്കിലാണ് വരുന്നത്, മാഷ്ഡ് പൊട്ടറ്റോ ആണ് ഓയിലിൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കാണ്. ഓക്കെ, TOCP ബട്ടർ റെഡ് കളർ ആവുന്നു. വനസ്പതി ഷുഗർ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. സ്റ്റാർച്ച് നോക്കിക്കേ, അയഡിൻ ടെസ്റ്റ് ആണ്, മിൽക്കിലാണ് സ്റ്റാർച്ച് വരുന്നത്. മാഷ്ഡ് പൊട്ടറ്റോ ഓയിലിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഗീയിൽ വരുന്നുണ്ട്, അതിന് നമ്മൾ അയഡിൻ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു കോക്കനട്ട് ഓയിൽ ഇൻ ദ റെഫ്രിജറേറ്റഡ് ഇഫ് ഇറ്റ് ഈസ് പ്യോർ? ഇതാണോ ക്വസ്റ്റ്യൻ? കണ്ടോ, പ്യോർ ആണെങ്കിൽ കോക്കനട്ട് ഓയിലിന് എന്ത് സംഭവിക്കും? ടേൺസ് ബ്ലൂ, സോൾഡിഫൈസ് കംപ്ലീറ്റ്ലി, ലീവ്സ് എ സെപ്പറേറ്റ് ലെയർ, നോ ചേഞ്ച്. പറഞ്ഞോ, കംപ്ലീറ്റ് ആയിട്ട് കോക്കനട്ട് ഓയിൽ അത് പ്യോർ ആണെങ്കിൽ എന്ത് പറ്റും? കംപ്ലീറ്റ് ആയിട്ട് സോൾഡിഫൈ ചെയ്യും. ഇംപ്യോർ ആണെങ്കിൽ ഇത് സംഭവിക്കും, ലീവ്സ് എ സെപ്പറേറ്റ് ലെയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ഡിറ്റർജന്റ് ഈസ് പ്രസന്റ് ഇൻ മിൽക്ക്, ഷേക്കിംഗ് ദ സാമ്പിൾ വിത്ത് വാട്ടർ വിൽ പ്രൊഡ്യൂസ് ഫോം. സെക്കൻഡ്, synthetic milk gives a sweet aftertaste and turns blue on heating. Third, to detect vanaspati in ghee, adding hydrochloric acid and sugar will turns the sample crimson if vanaspati is present. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അപ്പോൾ നമുക്കറിയാം, ഡിറ്റർജന്റ് വരുമ്പോൾ ഫോം ചെയ്യുമെന്ന് നമുക്കറിയാം. സിന്തറ്റിക് മിൽക്ക് എന്താണ്? സ്വീറ്റ് ആണോ? അല്ല, ബിറ്റർ ആണ് തരുന്നത്. സോ ഇതെന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. വനസ്പതി ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡും ഷുഗറും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം 1ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ. 1 and 3 ആർ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ഏതാണേ? The presence of prohibited color in edible oil can be detected by adding hydrochloric acid and observing color separation in upper layer. Adding solid yellow butter to oil and fat will produce a red color if TOCP is present. Coconut oil mixed with other oil will solidify completely when placed in refrigerator. Correct ആയിട്ടുള്ളത്. അപ്പോൾ അത് എഡിബിൾ ഓയിൽസ് കണ്ടുപിടിക്കാൻ അതിനകത്ത് പ്രൊഹിബിറ്റഡ് കളേഴ്സ് വരുവാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് യൂസ് ചെയ്യുക. യെല്ലോ ബട്ടർ ആണ് നമ്മൾ TOCയുടെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് സോൾഡിഫൈ ചെയ്യില്ല അല്ലേ, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. കംപ്ലീറ്റ് ആയിട്ട് സോൾഡിഫൈ ചെയ്യില്ല, സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. സോ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം മാത്രമാണ്. 1 and 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആണ്. The presence of prohibited color in edible oil can be detected by adding hydrochloric acid and observing color separation in the upper layer. Adding solid yellow butter to oil and fat will produce a red color. Coconut oil mixed with other oil will solidify completely. ഇതിൽ ഏതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? 3 only, 3 മാത്രമാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളത് ഇതിൽ ഏതാണ്? ഫോർമാലിൻ ഇൻ മിൽക്ക് can be detected by adding concentrated sulfuric acid and looking for a blue or violet ring. Mashed potato in butter can be detected by adding iodine solution which turns blue. Chalk powder in sugar will settle at the bottom when dissolved in water. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫോർമാലിനെ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും, കറക്റ്റ് ആണ്. ബ്ലൂ ഓർ വയലറ്റ് റിങ് ഫോം ചെയ്യും, സോ അത് കറക്റ്റ് ആണ്. മാഷ്ഡ് പൊട്ടറ്റോയെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യും, അതെന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറും, സോ അതും കറക്റ്റ് ആണ്. ചോക്ക് പൗഡർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിനെ ഡിസോൾവ് ചെയ്യും, ഡിസോൾവ് ഇൻ വാട്ടർ, അപ്പോൾ അത് സെറ്റിൽ ഡൗൺ ചെയ്യും, സോ എല്ലാം കറക്റ്റ് ആണ്.
ഓൾ ഓഫ് ദം എല്ലാം കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്? അഡൾട്ടറൻറ്റിൻ്റെ ഡിറ്റക്ഷനാണ്, ഡിറ്റക്ഷൻ ഓഫ് അഡൾട്ടറൻറ്റ്. അതിൽ കുറച്ച് മാത്രമേ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം അല്ലേ. എല്ലാം കൂടെ ഒന്നിച്ച് പഠിച്ച് പാടുപെടണ്ട. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ടും പഠിച്ച ഏതിൻ്റെയൊക്കെയാണ്? മിൽക്കിൻ്റെ അത് പഠിച്ചു, മിൽക്കിൻ്റെ ഡിറ്റക്ഷൻ പഠിച്ചു. പിന്നെ ഏത് പഠിച്ചു? ഓയിൽ അല്ലെങ്കിൽ ഗീയുടെ ഡിറ്റക്ഷൻ പഠിച്ചു. പിന്നെ സ്വീറ്റനിങ് ഏജൻസിൻ്റെ ഡിറ്റക്ഷൻ പഠിച്ചു. ഇതിനകത്ത് വരുന്ന അഡൾട്ടറൻ്റ് എല്ലാം, അതായത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറേ അഡൾട്ടറൻ്റ് നമുക്ക് വരുന്നുണ്ടല്ലേ, പക്ഷെ അതിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള അഡൾട്ടറൻറ്റും അവരുടെ ഡിറ്റക്ഷൻ ടെക്നിക്കുമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഇതിൽ നിന്ന് കൂടിപ്പോയാൽ ഏത് അഡൾട്ടറൻ്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അഡൾട്ടറൻ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പഠിച്ച പ്രയോജനമുള്ളൂ. അതായത് ഏതൊക്കെ അഡൾട്ടറൻ്റ് ഉണ്ട് എന്ന് പഠിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചേ പറ്റൂ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്കിനി ഒരു സെക്ഷനും കൂടെ ഉണ്ട്, അഡൾട്ടറൻറ്റിൻ്റെ ഡിറ്റക്ഷൻ. നമുക്ക് ഉടനെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു എവരിവൺ.